Good evening all. Welcome to India's first animated eye tuition. Good evening everybody. Hello, hi. Yes. ടീച്ചർ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഓഡിബിൾ അല്ലേ? യെസ്. എന്നാൽ എല്ലാവരും ഒരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്തേ. നമ്മുടെ കമന്റ് ബോക്സ് ഇങ്ങനെ ആരും ഇല്ലാതെ കിടക്കാണ്. യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവരും ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. യെസ്. എന്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടിട്ട് ഓടി വന്നേ. ക്യാമറ ഓൺ ചെയ്തേ. Adya, good evening. Then Shivani, good evening. Risa, Fatima, camera on ചെയ്തു വെച്ച് റിസ. ഓക്കെ, എല്ലാവരും എത്തി തുടങ്ങുന്നു. ആരതി, എവിടെയാണ് ആരതി? സെൽവകുമാർ, ആശിഷ്, ഗുഡ് ഈവനിങ്. ഒരു ഗുഡ് ഈവനിങ് ഒക്കെ മെസ്സേജ് ചെയ്യാൻ നമുക്ക് കേട്ടോ. താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ആഗ്നസ്, ഗുഡ് ഈവനിങ്. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. അപ്പോ ക്ലാസ്സിലൊക്കെ പോയി എല്ലാവരും തിരിച്ചു വന്നു. എന്തൊക്കെയാണ് വിശേഷം ക്ലാസ്സില്? ഇപ്പോ ക്ലാസ്സിൽ പോയിട്ടില്ലല്ലോ, സോറി, ഞാൻ എപ്പോഴും മറക്കും. ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങിയിട്ടില്ല. യെസ്, ശരി, തുടങ്ങിയിട്ടില്ല, സമ്മതിച്ചു. എന്ത് ചെയ്തു ഈ വീക്ക്? എന്തെങ്കിലുമൊക്കെ പഠിച്ചോ? എന്തായാലും നമ്മുടെ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സബ്ജക്റ്റും മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ എടുത്തതൊക്കെ പഠിച്ചോ? ഇടയ്ക്ക് വായിച്ചു നോക്കിയോ? ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്തവരൊക്കെ അതൊക്കെ കളക്ട് ചെയ്തോ? എന്തെങ്കിലും പുതിയ വാർത്തകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഈ ആഴ്ച ആണോ? എന്താ ക്യാമറ ഓഫ് ആക്കിയിരിക്കണേ? വേഗം ഓൺ ചെയ്തേ. ആദ്യ, റിസ ആൻഡ് സെൽവകുമാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നെറ്റ് ഇഷ്യൂസോ റേഞ്ച് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യണം. എന്നാലാണ് ടീച്ചർക്ക് അറിയുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അത് ഇൻഫോം ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അല്ല, വേറെ ഒരു കുഴപ്പമില്ല. ഞാൻ വെറുതെ ക്യാമറ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, പാരന്റ്സിനെ വിളിക്കും കേട്ടോ. അപ്പൊ വേഗം ക്യാമറ ഓൺ ചെയ്ത് വെച്ചേ. നിങ്ങൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഏക വഴിയാണ് ഈ ക്യാമറ ഓൺ ആക്കി വെക്കാൻ പറയുന്നത്. എന്നാലാണോ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ക്യാമറ സാർ ഒന്ന് ഓപ്ഷൻ കൊടുത്തേ അവർക്ക് ക്യാമറ ഓൺ ആക്കാൻ. റിസയ്ക്കും ആദ്യക്കൊക്കെ കൊടുത്തു. ഓക്കെ, അപ്പൊ ഒരു വിശേഷം ഇല്ല എന്നാണ് പറയുന്നത്. 1 വീക്കായിട്ട് ഒന്നും നടന്നിട്ടില്ല. സമാധാനപരമായി പോവാണ്. ഓക്കെ, മഴയുണ്ടോ നിങ്ങളുടെ അവിടെ? മഴയൊക്കെ ഉണ്ടോ? അതൊക്കെ നന്നായിട്ടുണ്ട്, ഭാഗ്യം. ഓക്കെ, സോ അപ്പൊ വേഗം ഞാൻ എന്തിനാ ഇങ്ങനൊക്കെ വർത്താനം പറയണേന്ന് അറിയോ? നിങ്ങൾ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചാപ്റ്റർ തുടങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുമ്പോ എന്താ? അപ്പൊ വേഗം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഐഡിയ? 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം അങ്ങ് തുടങ്ങാം. ഇവിടെ കറണ്ട് ഇല്ല ആദ്യം. ഓക്കെ, അത് പറഞ്ഞാൽ മതി മോളെ കേട്ടോ. അത് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. അപ്പൊ കറണ്ട് വരുമ്പോ വേഗം ക്യാമറ ഓൺ ചെയ്യാം. എന്തായാലും ഉണ്ടാവും, മഴയാണ്. പല സ്ഥലത്തും കറണ്ട് കട്ട് ഉണ്ടാവും, വൈഫൈ കട്ടാവും, പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾ അത് ഇൻഫോം ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്തായാലും പറയണം. ഓക്കെ, അപ്പൊ ഓരോരുത്തരൊക്കെ ജോയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രിയ മിസ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ മിസ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ പലർക്കും മെഡിക്കൽ ഫീൽഡിനോടാണ് താല്പര്യം. ഭൂരിഭാഗം പേരും മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണല്ലോ. ആരടുത്ത് ഞാൻ ചോദിച്ചില്ല നിങ്ങളുടെയൊക്കെ എന്താണ് എയിം, എന്താ നിങ്ങളുടെയൊക്കെ പ്രൊഫഷൻ, എന്താവാൻ ആഗ്രഹം എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എപ്പോഴാണ് ഓർമ്മ വന്നത്? അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നു, നിങ്ങളുടെയൊക്കെ എയിം എന്താണ് മക്കളെ? എയിം ഇൻ ദ സെൻസ് ബൈ പ്രൊഫഷൻ കേട്ടോ. ബൈ പ്രൊഫഷൻ നിങ്ങൾക്ക് ആരാവാനാ, എന്താവാനാണ് ആഗ്രഹം? ആഗ്രഹം പറയാലോ അല്ലെ? ആഗ്രഹം എന്താണ്? ആരതി, നെറ്റ് ഇഷ്യൂ ആണ്, ക്യാമറ. യെസ്, ഓക്കെ ആരതി, പറയൂ. റിസക്ക് എന്താ പ്രശ്നം? റിസ ഫാത്തിമ ഒന്നും കമന്റ് ചെയ്ത് കണ്ടില്ല. എന്താണ് ബുദ്ധിമുട്ട്? ഒന്നുമില്ല. നിങ്ങൾക്ക് ബൈ പ്രൊഫഷൻ ആരും ആവണ്ട. ദൈവമേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ സാർ എല്ലാവരും. അല്ല, യെസ്. ആരെ വിളിക്കാം ആദ്യം? ബിബിനെ. അങ്ങനെ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ലേ? അങ്ങനെ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ലേ? ആരാവണമെന്നൊന്നും, പ്രൊഫഷൻ എങ്ങോട്ട് പോകണമെന്നൊന്നും ഒന്നും ആലോചിച്ചില്ല. 10th കഴിഞ്ഞു, +1 കയറി, ഇനി സമയമുണ്ടല്ലോ അല്ലെ, 2 വർഷം. അതൊക്കെ ഇപ്പൊ പോവും. വേഗം ആലോചിച്ച് വെച്ചോ ആരാണെന്ന്. ആശിഷ് പറയുന്നു എഞ്ചിനീയർ ആവണം. ഫൈൻ. പിന്നെ വിസ്മയ, എന്താണ് വിസ്മയുടെ ആഗ്രഹം? ഡോക്ടർ ആവാനാണ് ഇഷ്ടം. ഓക്കെ, ദെൻ പിന്നെ ആരാ ഉള്ളേ? സെൽവകുമാർ. എന്താണ് സെൽവകുമാറിന്റെ ഡ്രീം പ്രൊഫഷൻ?
ആലോചിക്ക, ഇപ്പൊ ഇരുന്ന് ആലോചിക്ക. എന്താ കേട്ടില്ല മോനെ? തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ തീരുമാനിച്ചവരാ വളരെ കുറച്ച് പേരേ ഉള്ളൂ. എന്താണ്? ഞാൻ സ്റ്റക്കാണോ? അതിന് ഞാൻ സ്റ്റക്ക് ആവുന്നത് സെൽവകുമാറിന്റെ നെറ്റ് ഇഷ്യൂ കൊണ്ടാണ് കേട്ടോ. നെറ്റ് സ്ലോ ആവുന്നുണ്ടാവും, റേഞ്ച് പ്രശ്നം ഉണ്ട്, അതുകൊണ്ടാണ് സ്റ്റക്ക് ആവുന്നത്. ഒന്നുകൂടെ റീജോയിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, ഫുഡ് ടെക്നോളജി ആണ് സെൽവകുമാറിന് ഇഷ്ടം, ബാങ്കർ ആവാനാണ് ശിവാനിക്ക് ഇഷ്ടം. ഓക്കെ, ഗുഡ് ഈവനിങ് ആൽബിൻ, എവിടെയായിരുന്നു? ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ നിങ്ങൾ വിചാരിക്കുന്ന പ്രൊഫഷനിൽ എത്താൻ പറ്റട്ടെ കേട്ടോ. ബാക്കിയുള്ളവരുടെ ഒക്കെ വരും ക്ലാസ്സുകളിൽ നമുക്ക് ചോദിച്ചറിയാം. എല്ലാവരുടെയും ഇന്ന് ചോദിക്കാൻ അറിഞ്ഞാൽ ഞാൻ 9 മണി വരെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. ഓക്കെ, സോ മക്കളെ, നമ്മള് ഏത് ചാപ്റ്റർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നേ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടു അല്ലെ? കാൾ ലിനിയസിന്റെ, അരിസ്റ്റോട്ടിലിന്റെ, RH വിറ്റാക്കറിന്റെ, ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടു. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ? കേട്ട് ഇത് കൂടെ വിട്ടോ? അത് പഠിച്ചു വന്നിട്ടുണ്ടോ? ഉണ്ടോ? റിസ ഫാത്തിമ, ഈ റിസേനാണ് ഞാൻ കാണാതിരിക്കുന്നത്. എന്താ റിസയുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. പഠിച്ചിട്ടുണ്ടോ? യെസ് ഓർ നോ പറഞ്ഞേ. യെസ്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം ധൈര്യമായിട്ട് അല്ലേ? യെസ്, ചോദിക്കാം. നമുക്ക് ആരോട് ചോദിക്കാം? ഫസ്റ്റ് സാർ ഒരാൾ സെലക്ട് ചെയ്തോ. സാറിന്റെ സെലക്ഷൻ ആണെന്ന് കേട്ടോ. റിസയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നവരോട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവര് ക്യാമറ ഓഫ് ചെയ്ത് അവിടെ എന്താ ചെയ്യണമെന്ന് അറിയണ്ടേ? റിസ, വേഗം ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. യെസ് മോൾ, എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കണേ? എന്താണ്? അൺമ്യൂട്ട് ചെയ്തേ. സംസാരിച്ചു കഴിഞ്ഞില്ല, മ്യൂട്ട് ആക്കല്ലേ. സാർ ഒന്നുകൂടെ ഓപ്ഷൻ കൊടുത്തേ. ബാക്കിയുള്ളവർ വേഗം ഒന്ന് ഗോ ത്രൂ ചെയ്തോട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് ഒക്കെ. റിസ പറയൂ, എന്താണ്? എന്താ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നേ? റേഞ്ച് ഇഷ്യൂ ആണ്. സാർ ഇവിടെ ചെക്ക് ചെയ്യോ, റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, അപ്പൊ മ്യൂട്ട് ചെയ്യണ്ട, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് മോളെ, പറഞ്ഞു കഴിയട്ടെ. ഒന്നുകൂടെ ഓപ്ഷൻ കൊടുത്തേ. പറഞ്ഞേ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ പഠിച്ചോ റിസ? ഇത് ഫസ്റ്റ് ക്ലാസ് ആണോ? സോറി റിസ. ഓക്കെ, ന്യൂ ജോയിനീസ് ഒക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ആദ്യമായിട്ട് തന്നെ കാണുന്നവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. അതർ ദാൻ റിസ ഉണ്ട്, പിന്നെ ആരാ? ആഗ്നസ് ഉണ്ട്. ഓക്കെ, വേറെ ആരുമില്ല. സോ വെൽക്കം ആഗ്നസ് ആൻഡ് റിസ. ഇതാണ് നമ്മുടെ ബോട്ടണി ക്ലാസ്. ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി ഉണ്ടല്ലോ, അതിൽ ബോട്ടണി ഡീൽ ചെയ്യുന്ന ഞാനാണ്. എന്റെ പേര് ആരതി എന്നാണ് കേട്ടോ. സോ നമ്മള് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ, ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഇനി കാണേണ്ട കാര്യമുള്ളൂ. പ്രീവിയസ് ക്ലാസ് ഒരെണ്ണം ഉണ്ട്, അതിന്റെ ലിങ്ക് നിങ്ങൾ ക്ലാസ് ടീച്ചറെ അടുത്ത് ചോദിച്ച് വാങ്ങി ക്ലാസ് കാണാം കേട്ടല്ലോ. റിസൾട്ട് ആഗ്നസ് അതെന്തായാലാണ് ഡൗട്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് അത് എന്തായാലും ഡൗട്ട്സ് വരും. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ ക്ലാസ് വാങ്ങിച്ച് കാണാം. അപ്പൊ അതുപോലെ പുതിയ വന്ന കുട്ടികളോട് മാത്രമല്ല, ഓൾറെഡി ഇവിടെ ഉള്ളവരോടുമാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ നെറ്റ് കട്ടാവും, കുറെ പോർഷൻസ് കട്ടായി പോകും, കേൾക്കാൻ പറ്റാതെ വരും. അങ്ങനെയൊക്കെ ആണെങ്കിലും ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ലീവ് എടുക്കരുത്. എങ്ങാനും എടുക്കുകയാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ച് ക്ലാസ് കാണുക. ഓക്കെ, ദെൻ ക്യാമറയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ക്യാമറ ഓൺ ആക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്, അവരൊക്കെ എത്രയും വേഗം ക്യാമറ ശരിയാക്കണം. നെറ്റ് ഇഷ്യൂസ്, സ്ഥിരമായിട്ട് നെറ്റ് പ്രശ്നമുള്ളവര് നെറ്റ് സ്റ്റേബിൾ ആക്കണം. കാരണം നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പൊ നെറ്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല കേട്ടോ. അത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ പിന്നെ കോമൺ ഇഷ്യൂ ആണ്, പലർക്കും നെറ്റ് പ്രശ്നങ്ങൾ ഉണ്ട് ഇവിടെ. ഓക്കെ, സോ നമ്മള് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കിങ്ഡം മൊനീറയാണ്. ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണേ? ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സെറ, ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിച്ച് സയന്റിസ്റ്റ്? അത് ആരുടെയാണ്? ആര് പ്രപ്പോസ് ചെയ്തതാണ് അത്? RH വിറ്റാക്കർ. യെസ്, RH വിറ്റാക്കർ സ്റ്റക്ക് ഉണ്ട്. ഓക്കെ, ഷാഹിദിനും സ്റ്റക്ക് ഉണ്ട്. വേറെ ആർക്കെങ്കിലും സ്റ്റക്ക് ഉണ്ടോ? ഷാഹിദിനും അതുപോലെ നേരത്തെ പറഞ്ഞത് സെൽവകുമാർ ആണ്. ഇവര് രണ്ടുപേർക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും സ്റ്റക്ക് ഉണ്ടോ?
കോമൺ ഇഷ്യൂ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ചോദിക്കണേ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ മക്കളെ ഒന്ന് റീജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോ നമ്മൾ ആർച്ച് വിറ്റാക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആർക്കി ബാക്ടീരിയ ഓൾറെഡി കണ്ടു. ഇനി നമുക്ക് അതിനകത്ത് വരുന്ന വേറൊരു ബാക്ടീരിയ ആണ് യു ബാക്ടീരിയ. ഇത് എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ ആവശ്യമുള്ളവർക്ക് നോട്ട് എഴുതിയെടുക്കാം. അപ്പോ നിർബന്ധം ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ക്യാപ്സ്യൂളിലോട്ട് തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, അത് നോക്കി പഠിക്കാം. പക്ഷെ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലെക്ചർ നോട്ട്സ് എഴുതണമെങ്കിൽ എഴുതാം, ഞാൻ കമ്പൽ ചെയ്യില്ല കേട്ടോ. കാരണം ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാം എഴുതിയെടുക്കാൻ പറഞ്ഞ് നമുക്ക് സമയം തികയില്ല. അപ്പൊ യു ബാക്ടീരിയ എന്ന് പറയുന്നത് കിങ്ഡം മൊനീറയുടെ അണ്ടറിൽ വരുന്നതാണ് യു ബാക്ടീരിയ. ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ട്രൂ ബാക്ടീരിയ. അപ്പൊ ഇങ്ങനത്തെ നിക് നെയിമുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നിക് നെയിം ഒക്കെ ഉണ്ടാവില്ലേ, വീട്ടില് വിളിക്കുന്ന പേരുകളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതുപോലെ കുറച്ച് നിക് നെയിമുകളൊക്കെ വരും, അത് പഠിക്കണം. കാരണം ഇതേ പേരിൽ നമ്മളോട് ചോദിക്കും. ഇപ്പൊ യു ബാക്ടീരിയനെ ചിലപ്പോൾ എക്സാമിന് നമ്മളോട് ചോദിക്കുക ട്രൂ ബാക്ടീരിയയുടെ ഫീച്ചേഴ്സ് എഴുതാനായിരിക്കും. അപ്പൊ നമുക്ക് ഡൗട്ട്സ് വരുന്നത് ഈ ട്രൂ ബാക്ടീരിയ ഏതാ സാധനം, അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെ തോന്നരുത്. യു ബാക്ടീരിയനെ തന്നെ പറയുന്ന അനദർ നെയിം ആണ് ട്രൂ ബാക്ടീരിയ. ഇവരുടെ ഫീച്ചർ പറയുന്നത് ഇവർക്ക് ഭയങ്കര റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ആണ്. റിജിഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിജിഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പുള്ള, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സെൽ വാൾ ആണ് ഇവർക്ക് ഉള്ളത്. അപ്പൊ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ, വേർഡ്സ് മീനിങ് അറിയാത്തത്, ടേംസ് അറിയാത്തൊക്കെ എഴുതി വെക്കാൻ, നോട്ട് എടുത്ത് എഴുതി വെക്കാം കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയില്ല. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും മീനിങ്സോ ടേംസോ അറിയാത്തുണ്ടെങ്കിൽ ഇങ്ങോട്ട് ചോദിക്കാൻ പറഞ്ഞുതരാം. അപ്പൊ റിജിഡ് സെൽവാൺ ആണ്, ഭയങ്കര ഉറപ്പുള്ള കട്ടിയുള്ള സ്ട്രോങ് ആയിട്ടുള്ള സെൽവാൺ ആണ് ഇവർക്കുള്ളത്. ആൻഡ് ഇവര് മോട്ടൈൽ ആണെങ്കിൽ, അടുത്ത വേർഡ് മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മോട്ടൈൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാം, ചലിക്കാൻ പറ്റുന്നത്. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ മോട്ടൈൽ ആണെങ്കിൽ അത് ഉറപ്പില്ല. അപ്പൊ അതിനർത്ഥം എന്താ? നോൺ മോട്ടൈലും ഉണ്ട്, ചലിക്കാൻ പറ്റാത്ത ഐറ്റംസും ഉണ്ട് യു ബാക്ടീരിയയുടെ അണ്ടറിൽ. ഓക്കെ, അപ്പൊ മോട്ടൈൽ ആണെങ്കിൽ അവർക്കൊരു ഫ്ലജെല്ലം ഉണ്ടായിരിക്കും. ഫ്ലജെല്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ, ഫിഷിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിങ്സ് ഉണ്ട് അല്ലെ, ഫിഷിനൊക്കെ നീന്താനായിട്ട് വിങ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഫ്ലജെല്ലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ ആണ്. ഈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചലിക്കുന്നത്, മോട്ടൈൽ ആയിട്ട് ചലിക്കുന്നത്, മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിജിഡ് സെൽവാൾ ആണ്. മോട്ടൈൽ ആണെങ്കിൽ അവർക്ക് ഫ്ലജെല്ലം പ്രസന്റ് ആണ്. ഇനി യു ബാക്ടീരിയയുടെ അണ്ടറിൽ വരുന്ന മറ്റൊരു ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ. ഇത് ശരിക്കും ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, ഒരു ആൽഗയാണ് ശരിക്കും. ഈ സൈനോ ബാക്ടീരിയ പേരിൽ ബാക്ടീരിയ എന്നുണ്ടെങ്കിലും ഇത് ആക്ച്വലി ഒരു ആൽഗയാണ്. ഇതിനകത്ത് ക്ലോറോഫിൽ എ പ്രസന്റ് ആണ്. ക്ലോറോഫിൽ എ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ മക്കളെ? ഒരു ഓർഗാനിസത്തില് ക്ലോറോഫിൽ എ ഉണ്ടെങ്കിൽ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? പറഞ്ഞു, ഗസ് ചെയ്തോളൂ. എന്തായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും വിസ്മയ? they are able to do photosynthesis അല്ലേ? അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഗ്രീൻ കളർ ആണ്, യെസ് ഓഫ് കോഴ്സ്. പക്ഷെ അവർ എന്തിന് ഏബിൾ ആണ്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ അവർക്ക് എബിലിറ്റി ഉണ്ട്. ബിക്കോസ് ക്ലോറോഫിൽ എ ഈസ് പ്രസന്റ്. അപ്പൊ സൈനോ ബാക്ടീരിയയില് ക്ലോറോഫിൽ എ ഉണ്ട്, അവർക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ അവർ ഓട്ടോട്രോപ്സ് ആണ്. അത് തന്നെ സെൽവകുമാർ, ഓട്ടോട്രോപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ. ഓട്ടോട്രോപ്സ് എന്താണ്? ഓട്ടോട്രോപ്സ് പറഞ്ഞേ ആൽബിൻ, എന്താണ് ഓട്ടോട്രോപ്സ്? ബാക്കിയുള്ളവർ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഒരാൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ ആൻസേഴ്സ് കമന്റ് ചെയ്തോളൂ. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ സ്വന്തമായിട്ടാണോ അത് വേറെ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? സ്വന്തമായിട്ട് ഫുഡ്. യെസ്, ദേ ഏബിൾ ടു പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് അല്ലേ? അവര് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ അവർ ഏബിൾ ആണ്. അവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സ് ആണ്. അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ക്ലോറോഫിൽ എ ഈസ് പ്രസന്റ് ഓൺ ഇറ്റ്.
ഓക്കെ, ഇനി ഇവരുടെ പ്രത്യേകത പറയുന്നത് യൂണിസെല്ലുലാർ ആണ് ഇവര്, അതായത് ഒറ്റ സെല്ലേ ഉള്ളൂ, സിംഗിൾ സെൽഡ് ആണ്. കൊളോണിയൽ എന്ന് വെച്ചാൽ കോളനി ആയിട്ടാ കാണുന്നത്, ഒരുപാട് എണ്ണം ഉണ്ടായിരിക്കും, അതാണ് ഈ കൊളോണിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കോളനി ഫോമിലാണ് കാണുന്നത്, ഒറ്റയ്ക്ക് മോൺസ്റ്റേഴ്സ് ആയിട്ടല്ല നിൽക്കുന്നത്, ഒരു കോളനിയാണ്, കുറെ എണ്ണം അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ജനറലി ഈ കോളനീനെ സറൗണ്ട് ചെയ്തിട്ട് എപ്പോഴും ഒരു ജലാറ്റിനസ് ഷീത്ത് ഉണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സി കോട്ടിങ് ഉണ്ടാവും. കോളനി ആയിട്ട് കുറേ യു ബാക്ടീരിയാസ് ഇങ്ങനെ ഉണ്ടായിരിക്കും, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു വാക്സി കോട്ടിങ് അല്ലെങ്കിൽ ജലാറ്റിനസ് കോട്ടിങ്, ഒരു ഷീത്ത് അതിനെ കവർ ചെയ്ത് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവരാണ് നമ്മുടെ വാട്ടർ ബോഡീസിലെ വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കുന്നത്. വാട്ടർ ബ്ലൂംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചില കുളവും അല്ലെ പോൺസ് ഒക്കെ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത്, പായൽ ഇങ്ങനെ കവർ ചെയ്ത് കിടക്കണ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതാണ് ഈ വാട്ടർ ബ്ലൂം എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് ഈ വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇവരിങ്ങനെ കോളനി ആയിട്ട് എല്ലായിടത്തും ഇങ്ങനെ കവർ ചെയ്ത്, നമുക്ക് അതിനകത്ത് വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, അത്രയും പായൽ വന്ന് കവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഈ പായൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ആൽഗെ കേട്ടോ. പായലായിട്ട് നമ്മൾ കാണുന്നതാണ് ആക്ച്വൽ ആൽഗെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ യു ബാക്ടീരിയ. കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കോമൺ അല്ലേ? ആയാലും അതേപോലെ തന്നെ കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ഇത് സൈനോ ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് യു ബാക്ടീരിയയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ, സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതായത് ഒരുവിധം എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത്, ഹെട്രോസിസ്റ്റ്. അതായത് നമുക്കൊരു ഡയഗ്രാം അവിടെ പഠിക്കാനുണ്ടാവും. ടെക്സ്റ്റ് കിട്ടിയവരാണെങ്കിൽ ഒന്നെടുത്തേ, ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളവര്, കിട്ടാത്തവരുണ്ടോ? ടെക്സ്റ്റ് കിട്ടാത്തവരുണ്ടോ ക്ലാസ്സിൽ? ഒന്ന് പറയണേ. ഉണ്ട്, സെൽവകുമാറിന് കിട്ടിയിട്ടില്ല. വേറെ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടോ? ഹാദിയ ഫാത്തിമ ക്യാമറ ഓൺ ചെയ്തേ. ഹാദിയ, ബേസിൽ ക്യാമറ ഓൺ ചെയ്യാ. പിന്നെ ആരാ ഉള്ളേ? ആർദ്രയോ? ഏറ്റവും താഴെ അബ്ദുൾ. ഓക്കെ, ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് ഇല്ലാത്തവര് എത്രയും പെട്ടെന്ന് അത് കളക്ട് ചെയ്യാം കേട്ടോ, കാരണം ടെക്സ്റ്റ് ഒന്നും മാറിയിട്ടില്ലല്ലോ. നിങ്ങളുടെ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡയഗ്രാം കാണാൻ പറ്റും. ഒരു വർഷം ഇതേ സെയിം ഡയഗ്രാം തന്നെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പബ്ലിക് എക്സാമിന് കേട്ടോ, ആനുവൽ എക്സാമിന്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നോസ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു ആൽഗയുടെ ഫോട്ടോയാണ്, നോസ്റ്റോക്ക് എന്ന പേരുള്ള ഒരു ആൽഗയുടെ ഫോട്ടോയാണ്. ഈ ആൽഗയെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രത്യേക സെല്ല് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ? പ്രത്യേക ഷേപ്പില് പ്രത്യേക കളറിൽ നിങ്ങൾക്ക് ഒരു സെല്ല് കാണാൻ പറ്റും. ആ സെല്ലിനെ പറയുന്ന പേര് സ്പെഷ്യലൈസ്ഡ് സെൽസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് അതിനെ പറയുന്ന, ആ സെല്ലുകളെ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ്. പേജ് നമ്പർ ചോദിക്കുന്നുണ്ട്. ഇത് കണ്ട പേജ് നമ്പർ ഒന്ന് കമന്റ് ചെയ്യോ കിട്ടിയവര്? ഈ ഡയഗ്രാം ടെക്സ്റ്റ് ബുക്കിൽ കണ്ടവരൊക്കെ അതിന്റെ പേജ് നമ്പർ ഒന്ന് കമന്റ് ചെയ്യോ? 13 ആണ്, 13. ഓക്കെ, അപ്പോ ഈ സ്പെഷ്യലൈസ്ഡ് സെൽസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റ് അത് പഠിക്കണം. ഹെട്രോസിസ്റ്റ് എന്തായാലും ചോദിക്കുന്നതാണ് കേട്ടോ, ഹെട്രോസിസ്റ്റ്. അപ്പൊ ഹെട്രോസിസ്റ്റ് കാണുന്ന ഓർഗാനിസം ആണ് ഈ നോസ്റ്റക്, അനബീൻ. അനബീനയുടെ ഫോട്ടോ നമുക്കില്ല, നോസ്റ്റക്കിന്റെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അത് പഠിച്ചാൽ മതി. നോസ്റ്റക്കും അനബീനിലൊക്കെ നമുക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലുകളെ കാണാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താ ഈ സെല്ല് ചെയ്യണേ? സ്പെഷ്യലൈസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ദേ ക്യാൻ സ്റ്റോർ നൈട്രജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ്. അപ്പൊ ഈ നൈട്രജനെ ഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ നൈട്രജനെ സ്റ്റോർ ചെയ്യുക, അതാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഹെട്രോസിസ്റ്റിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത് കേട്ടോ. നൈട്രജനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സെല്ലുകളാണ് ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോസ്റ്റക്കിലും അനബീനയിലും ഒക്കെ നമുക്കത് കാണുന്നുണ്ട്, ഹെട്രോസിസ്റ്റ് സെല്ലുകൾ. ഓക്കെ, യെസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ യു ബാക്ടീരിയ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാം. ഈ വാട്ടർ ബ്ലൂംസിന്റെ കാര്യം ചോദിക്കും, അതുപോലെ സൈനോ ബാക്ടീരിയ, പിന്നെ നമ്മുടെ ഹെട്രോസിസ്റ്റ്. ഈ 3 കാര്യങ്ങളാണ് പ്രീവിയസ് ഒരു 5 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. വെറൈറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്യാം, നമ്മുടെ എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നാലും ഇപ്പൊ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ടെക്സ്റ്റ് കിട്ടിയവരൊക്കെ ആ ഭാഗം ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വെച്ചോളൂ. ആ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ, ഈ 3 ഭാഗത്തു നിന്ന്. ഓക്കെ, ഓക്കെ. ഇനി
ഡീകമ്പോസേഴ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഇപ്പൊ ഓട്ടോട്രോപ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ സൈനോ ബാക്ടീരിയ, ഓക്കെ, ഓട്ടോട്രോപിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ഇനി അതേപോലെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സ്വഭാവം കാണിക്കുന്ന ആളായിരിക്കും അഫ്കോഴ്സ് ഹെട്രോട്രോഫിക് എന്ന് വെച്ചാൽ, അല്ലെ? ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫിക് ഇപ്പൊ ഓൾറെഡി നമുക്ക് ആൽബിൻ പറഞ്ഞു തന്നു. എന്താ ഹെട്രോട്രോഫിക് എന്ന് വെച്ചാ? തേർഡ് ലൈനിലെ ലാസ്റ്റ് വന്ന അബ്ദുലെ പറഞ്ഞേ, എന്താണ് ഹെറ്ററോട്രോഫിക്? അബ്ദുളിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. അബ്ദുളിന്റെ ഫസ്റ്റ് ക്ലാസ് ആണോ? അല്ല, കഴിഞ്ഞ ക്ലാസ്സിലുണ്ട്. അപ്പൊ ചോദിക്കാലോ, എന്താണ് ഹെറ്ററോട്രോഫിക് എന്ന് വെച്ചാ? പറഞ്ഞോ, കറക്റ്റാ? യെസ്, വെരി ഗുഡ്. എന്താണ്? മറ്റുള്ള ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് ഹെറ്ററോട്രോഫിക്. അപ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ വളരെ കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ നേച്ചറിൽ കാണാം. എക്സാമ്പിൾ ആണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഡീകമ്പോസേഴ്സ്, ഡീകമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇതൊക്കെ നിങ്ങൾ ലോവർ ക്ലാസ്സിൽ 5ലും ഒക്കെ പഠിക്കുന്ന ഡീകമ്പോസിംഗ് ഒക്കെ. എന്താ ഡീകമ്പോസിംഗ്? എന്താ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അറിയില്ല, അതാണ് ചോദിക്കണേ. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഡീകമ്പോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, അല്ലെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അത് വേണ്ട, നമ്മളൊരു നമ്മുടെ പറമ്പിലേക്ക് ഒരു വേസ്റ്റ് ഇട്ടു. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ള വേസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പറമ്പിലിട്ടു, നിങ്ങളുടെ മുറ്റത്തേക്ക് ഇട്ടു എന്ന് വിചാരിക്കാം. ഒരു 2-3 ദിവസം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ആ വേസ്റ്റ് അതേപോലെയാണ് അവിടെ ഉണ്ടാവുക. ലൈക്ക് ഫുഡ് വേസ്റ്റ്, നമ്മളിട്ട ഫുഡ് വേസ്റ്റ് അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് കിടക്കുന്നത് കാണാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്തോ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ, അതാണ് ഡീകമ്പോസിങ്. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ ബ്രേക്ക് ചെയ്ത് മുറിക്കുക, അല്ലെ? ബ്രേക്ക് ചെയ്ത് വളരെ ചെറിയ കോമ്പോണൻസ് ആക്കി മാറ്റുന്നു. ദാറ്റ് ഈസ് ഡീകമ്പോസിങ്. അപ്പൊ അത് ചെയ്യുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ്. ലയിക്കുക, അതന്നെ, ലയിച്ചു ചേരും, മണ്ണിനോട് ലയിച്ചു ചേരും. അതാണ് ഡീകമ്പോസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ചെയ്യുന്നവരാണ് ഡീകമ്പോസേഴ്സ്. അപ്പൊ ഡീകമ്പോസേഴ്സ് ഓഫ് കോഴ്സ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവർ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയാസ് ആണ്. അതിൽ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളവരുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിൽക്ക് കേർഡാക്കുന്ന പ്രോസസ്സ്, അറിയില്ലേ? നിങ്ങളുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലേ? മിൽക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ച് വെക്കും, അല്ലെ? കേർഡ് ഒഴിച്ച് വെക്കും. ഓവർനൈറ്റ് വെച്ച് പിറ്റത്തെ ദിവസം നോക്കി കഴിഞ്ഞാൽ എന്താ കാണുക? ആ എൻറ്റയർ മിൽക്ക് കേർഡായി മാറിയിട്ടുണ്ടാവും. അതുപോലെ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുള്ള കുറച്ച് മെഡിസിൻസിന്റെ പേരൊക്കെ ഇവിടെ ഉണ്ട്. ടെട്രാസൈക്ലിൻ ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും ഇതുവരെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. ബട്ട് ഇതൊന്നും എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി നിങ്ങളുടെ ഭാഗ്യത്തിന് ഇത് ചോദിക്കുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പൊ അതിന് ഇനി വേറൊരു കാറ്റഗറി വരുന്നതാണ് പാത്തോജനിക് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ കാറ്റഗറിയാണ് പറയുന്നത്? ഫസ്റ്റ് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞു. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവര്. ഹെറ്ററോട്രോഫിക് പറഞ്ഞു, മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്നവര്. ഇനി അതിൽ വരുന്ന തേർഡ് കാറ്റഗറിയാണ് പാത്തോജനിക്. എന്താ അത്? പാത്തോജനിക് എന്ന് പറഞ്ഞാൽ എന്താണ് അലോണ? പാത്തോജനിക് എന്നൊക്കെ പറഞ്ഞ അലോണ അല്ലേ അത്? തേർഡ് റോ ലാസ്റ്റ് ആദ്യാണ്. സോറി, സ്പെക്സ് വെച്ചിട്ടുണ്ടെങ്കിലും ചെറിയ കുറവുണ്ടേ. ആദ്യ വലുതാക്കിക്കോളൂ. പറയൂ, എന്താണ് പാത്തോജനിക്? ഹലോ, കേക്കാം, പറഞ്ഞോളൂ. പാത്തോജനിക് എന്താ? കേക്കാം. അറിയില്ല. ഓക്കെ, പാത്തോജനിക് എന്ന് പറഞ്ഞാല് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത്. കേട്ടോ? അപ്പൊ അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. അതിനാണ് ഞാൻ ഈ പറയുന്നത്, വേർഡ്സ് പറയുന്നതൊക്കെ കേട്ടോ. അപ്പൊ ഇത് അറിയുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ ടീച്ചർ പറയണതൊക്കെ വളരെ ബേസിക് അല്ലെ, സിമ്പിൾ കാര്യങ്ങളല്ലേ എന്ന് വിചാരിക്കും. അതല്ല, അത് അറിയാത്തവരും ഉണ്ടാവും നമ്മുടെ ഇടയിൽ. ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാ പറഞ്ഞു തരണേ. അപ്പൊ അത് എഴുതി വെക്കുക, വെറുതെ കേട്ടോണ്ടിരിക്കല്ല. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതേ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ വീണ്ടും എനിക്ക് അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ആദ്യയുടെ കാര്യമല്ല പറഞ്ഞ, എല്ലായിടത്തും കൂടെ പറയണം. അപ്പൊ പാത്തോജനിക് എന്ന് പറഞ്ഞാൽ ഡിസീസ് കോസിങ്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ് പാത്തോജനിക്. അപ്പൊ അങ്ങനത്തെ ബാക്ടീരിയാസും ഉണ്ട്, ഡിസീസ് ഉണ്ട്. അപ്പൊ ഹ്യൂമൻസിന് മാത്രമല്ല അസുഖം ഉണ്ടാക്കുന്നവരല്ല. അപ്പൊ ക്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൃഷി ചെയ്യുന്ന വിഭവങ്ങളാണ്. ലൈക്ക് റൈസ്, വീറ്റ്, അല്ലെ, ബാർലി, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ക്രോപ്സ് ആണ്. അപ്പൊ ക്രോപ്സിന്, നമ്മുടെ അനിമൽസിന്, നമ്മൾ വളർത്തുന്ന പെറ്റ്സിന്, ഹ്യൂമൻസിന് തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്.
ഓക്കെ, അപ്പൊ അതിന് കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാൻകർ. സിട്രസ് കാൻകർ എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയില്ലേ, നാരങ്ങ, സിട്രസ്, ആ സിട്രസിന് വരുന്ന ഒരു അസുഖമാണ് കേട്ടോ സിട്രസ് കാൻകർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ക്യാൻസർ പോലത്തെ തന്നെ ഒരു അസുഖം, അതുകൊണ്ട് അതിന് റിലേറ്റ് ചെയ്ത് കാൻകർ എന്ന് പറയുന്നത്. ഓക്കെ, സിട്രസ് കാൻകർ എന്ന് പറയുന്നത് ആക്ച്വലി ക്യാൻസർ പോലത്തെ തന്നെ ഒരു അസുഖമാണ്. അത് സിട്രസ് ഐറ്റത്തിലാണ്. സിട്രസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓറഞ്ച്, നാരങ്ങ, അങ്ങനത്തെ പ്ലാന്റ് സ്പീഷീസിലൊക്കെ വരുന്ന ഒരു അസുഖമാണ്. അതൊരു പ്ലാന്റ് ഡിസീസ് ആണ് കേട്ടോ. ഈ കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻസിൽ കാണുന്നതാണ്. സിട്രസ് കാൻകർ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ കാണുന്നതാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്നത് ഡിഫറെന്റ് ബാക്ടീരിയാസ് ആണ്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ. ഓക്കെ, ഇനി ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈ ഫിഷൻ ആണ്. ഫിഷൻ വഴിയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫിഷൻ എന്താന്ന് ലേറ്റ് നമ്മൾ പഠിക്കും, ഇപ്പൊ ഡിസ്കസ് ചെയ്യാം. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ ആണ് അവർക്ക് വരുന്നത്. അൺഫേവറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവർക്ക് കറക്റ്റ് റീപ്രൊഡക്ഷന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യമല്ല, റീപ്രൊഡക്ഷന് വേണ്ട ടെമ്പറേച്ചർ ഇല്ല, ഹ്യൂമിഡിറ്റി ഇല്ല, അതിന് വേണ്ട ഒരു സിറ്റുവേഷൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ അൺഫേവറബിൾ കണ്ടീഷൻ എന്നാണ് പറയാം. ഇപ്പൊ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പഠിക്കാൻ പറ്റുമോ? എവിടെ ഇരുന്നാലും പഠിക്കാൻ പറ്റുമോ നിങ്ങൾക്കൊരു ഫേവറബിൾ കണ്ടീഷൻ വേണം അല്ലേ? കറക്റ്റ് ഓക്കെ ആയി നല്ലൊരു സ്ഥലത്ത് എവിടെ കൊണ്ടിരുത്തിയാലും, ചിലരുണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെയാ ഞാൻ പറയണില്ല, ചിലരെ എവിടെ കൊണ്ടിട്ടാലും അവർ പഠിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പൊ ഫേവറബിൾ കണ്ടീഷൻ കിട്ടുമ്പോഴാണ് അവർ ആക്റ്റീവായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻ ആണ്, അധികം അവർക്ക് വേണ്ട ടെമ്പറേച്ചർ ഉണ്ടാവില്ല, ചിലപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടാവില്ല, പല റീസൺസ് ഉണ്ടാവാം. അൺഫേവറബിൾ ആണെങ്കിൽ അവരെന്താ ചെയ്യുക? സ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. സ്പോർസ്, അതായത് ഒരു അസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് അവര് എടുക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അവര് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് when it is an unfavorable condition. അൺഫേവറബിൾ ആണെങ്കിൽ അവര് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് കൂടുതലും ഇഷ്ടപ്പെടുക. ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അവര് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു പോകാൻ കാരണം ഇതൊന്നും എക്സാമിന് ചോദിക്കാറില്ല, ചോദിച്ചിട്ടില്ല ഇതുവരെ, ആൻഡ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മൈക്കോപ്ലാസ്മ ഇത് നിങ്ങൾക്ക് കിൻഡം മൊനീറ ഇങ്ങനെ പഠിച്ച് വരുന്ന നമ്മള് ആർക്കി ബാക്ടീരിയ കഴിഞ്ഞ് യു ബാക്ടീരിയ കഴിഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് കാണുന്നതാണ് ഈ മൈക്കോപ്ലാസ്മ. ഇതും കൂടെ ഉള്ളൂ കിൻഡം മൊനീറിൽ, അത് കഴിഞ്ഞ് കിൻഡം പ്രോട്ടിസ്റ്റയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ഈ മൈക്കോപ്ലാസ്മ വളരെ കുറച്ച് പോയിന്റ് അതിനെ പറ്റി പഠിക്കാനുള്ള, ബട്ട് അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുമല്ലോ, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അവിടെയൊക്കെ ചോദിക്കുന്നതാണ് ഈ മൈക്കോപ്ലാസ്മയുടെ കാര്യം. കാരണം ഇവർക്ക് സെൽ വാൾ ഇല്ല. ഞാൻ കണ്ണടിട്ടപ്പോ പഠിപ്പിലുക്കോ ബെസ്റ്റ്, അത് വെറും തെറ്റിദ്ധാരണയാണ് ഷാഹിദെ. ഓക്കെ, എന്താണ് മൈക്കോപ്ലാസ്മയുടെ പ്രത്യേകത? ദേ ലാക്ക് സെൽ വാൾ, അവർക്ക് സെൽ വാളേ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സെൽ വാൾ ഇല്ലാത്ത വേറൊരു ഓർഗാനിസത്തിന്റെ പേര് പറഞ്ഞേ. സെൽ വാൾ ഇല്ലാത്ത ആബ്സെന്റ് ആയിട്ടുള്ള വേറൊരു ഓർഗാനിസത്തിന്റെ പേര്? ആഗ്നസെ, വിസ്മയ, യെസ് ആരതി, വെരി ഗുഡ്. ഒരാളാ കമന്റ് ചെയ്തിരിക്കണം, വേറെ ആർക്കും അറിയില്ലേ? ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണല്ലോ സെൽ വാളിന്റെയും സെൽ മെംബ്രെയിന്റെ ഒക്കെ കാര്യം അല്ലേ? പറഞ്ഞതല്ല അബ്ദുല്ലേ? കേട്ട് പരിചയമുണ്ടോ അതൊക്കെ? യെസ്, പറഞ്ഞതാണ്, എനിക്ക് ഓർമ്മയുണ്ട്. സെൽവാൾ ഉള്ള ഓർഗാനിസം, സെൽവാൾ ഇല്ലാത്ത ഓർഗാനിസം, സെൽ മെംബ്രെയിൻ എന്താണ്, സെൽവാൾ എന്താണെന്നൊക്കെ പറഞ്ഞതാ. സെൽവാൾ ഇല്ലാത്തൊരു ഓർഗാനിസം ആണ് യെസ്, അനിമൽസ് കേട്ടോ. ഹ്യൂമൻ ബീങ്സ് ഒക്കെ അതിനകത്ത് വരും. അതെ ബിബിൻ, പ്ലാന്റ്സിനാണ് ചോദിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ, മിസ്സേ പറഞ്ഞു പോയി, പ്ലാന്റ്സിന്റെ ആണ് ചോദിച്ചു ക്ലാസ്. യെസ് ആരതി. അപ്പൊ സെൽവാൾ ഇല്ലാത്ത ഒരു ഓർഗാനിസം ആണ് ആരൊക്കെ? നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്, നമ്മുടെ അനിമൽസിന് ആർക്കും സെൽവാൾ ഇല്ല, പ്ലാന്റ്സിന് മാത്രമേ സെൽവാൾ ഉള്ളൂ. അപ്പൊ അതുപോലെ വരുന്ന മറ്റൊരു ഓർഗാനിസം ആണ് മൈക്കോപ്ലാസ്മ. ഇവർക്ക് സെൽവാൾ ഇല്ല, ആൻഡ് ഇത് വളരെ സ്മോളസ്റ്റ് ആയിട്ടുള്ള ലിവിങ് സെല്ലാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു, ഈ നീറ്റ് അങ്ങനത്തെ മറ്റേ എക്സാംസ് ഒക്കെ ഉണ്ടല്ലോ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് സെല്ല് മൈക്കോപ്ലാസ്മയാണ്. അവർക്ക് ഓക്സിജൻ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യാം. Without oxygen they can survive, and also many of them are pathogenic. ഒരു ഭൂരിഭാഗം മെജോറിറ്റി പാത്തോജനിക് എന്ന് വെച്ചാൽ ഡിസീസ് ഉണ്ടാക്കുന്നവരാണ്, മറ്റുള്ളവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരാണ് മെജോറിറ്റി. ഓക്കെ ഹാദിയ, കിട്ടിയ
ഇതാണ് മൈക്കോപ്ലാസ്മയുടെ പറ്റി പറയാനുള്ളത്. അവർക്ക് സെൽ വാൾ ഇല്ല, സ്മോളസ്റ്റ് ലിവിംഗ് ക്രിയേച്ചർ ആണ്, വിത്തൗട്ട് ഓക്സിജൻ ദേ ക്യാൻ സർവൈവ്, മെജോറിറ്റി ഓഫ് ദം ആർ പാത്തോജനിക്, ഡിസീസ് കോസിംഗ് ആണ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിങ്ഡം മൊനീറ. കിങ്ഡം മൊനീറയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന് റീകളക്ട് ചെയ്തേ മക്കളെ. മൈക്കോപ്ലാസ്മ കിങ്ഡം മൊനീറയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ബാക്ടീരിയ ആണ് കിങ്ഡം മൊനീറയിൽ വരുന്നത്, മെയിൻ ആയിട്ട് വരുന്ന മെമ്പേഴ്സ് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ടീരിയനെ അതിന്റെ ഷേപ്പ് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അത് കാണാനിരിക്കുന്നത്? അതിന്റെ ഷേപ്പ് അനുസരിച്ച് വി ക്യാൻ ഡിവൈഡ് ദി ബാക്ടീരിയാസ് ഇൻടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. ഏതൊക്കെയായിരുന്നു? വിച്ച് ആർ ദി ഗ്രൂപ്പ്സ്? ഏതൊക്കെയാ ചോദിക്കാൻ സാർ? നമുക്ക് വിളിക്കാത്ത ഒരാളെ വിളിച്ചു. ശിവാനി പറഞ്ഞോ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്? ഗുഡ് ഈവനിംഗ് മാം. യെസ്, ഗുഡ് ഈവനിംഗ് മോളെ, പറഞ്ഞോ. സ്പൈറൽ ഷേപ്ഡ്, സ്പിന്നിഗസ്, റോഡ് ഷേപ്ഡ്, റോഡ് ഷേപ്ഡ്, എഴുതിയെടുത്തിട്ടുണ്ടോ? ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ടെക്സ്റ്റ് കിട്ടിയില്ല. ഇല്ല. അപ്പൊ എഴുതിയെടുത്തിട്ടുണ്ടോ? എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞ സ്ലൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വിട്ടുപോയി. ഒരെണ്ണം മാത്രം എഴുതി വെച്ചേക്കാം, ബാക്കി ആരാ എഴുതുക? സ്പീഡിൽ എഴുതിയത്. മക്കളെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തോ, എനിക്കൊരു വിരോധവും ഇല്ല. ടെക്സ്റ്റ് കിട്ടാത്തവര് ദയവ് ചെയ്ത് പറയുന്ന കാര്യം നോട്ടിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചോദിക്കുമ്പോൾ കിട്ടില്ല. നിങ്ങൾക്ക് ഇത് പഠിക്കണ്ടേ? വേണ്ട. എല്ലായ്പ്പോഴും നിങ്ങൾ പ്രീവിയസ് ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുവോ? 1.5 മണിക്കൂറിന്റെ ക്ലാസ് ഇങ്ങനെ കാണുമോ? ഇല്ല. പെട്ടെന്ന് പഠിക്കണമെങ്കിൽ നോട്ട് നോക്കി പഠിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കി പഠിക്കണം. അപ്പൊ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ട് നോട്ടിൽ എഴുതിയിരിക്കണം കേട്ടോ. ഇനിയിപ്പോ ഞാൻ ഇവിടെ കാണിച്ചു, പെട്ടെന്ന് സ്ലൈഡ് മാറ്റി നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ച് പോസ് ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. ശിവാനി, ഇനി റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. വിച്ച് ആർ ദി ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ബാക്ടീരിയ? ഏതൊക്കെയാ? സ്ഫിറിക്കൽ ഷേപ്ഡ് കൊക്കസ്, റോഡ് ഷേപ്ഡ് ബാസില്ലസ്, കോമ ഷേപ്ഡ് വിബ്രിയം ആൻഡ് സ്പൈറൽ ഷേപ്ഡ് സ്പൈറുലം. ഈ 4 എണ്ണത്തിന്റെ പേര് പഠിക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട കിങ്ഡം മൊനീറ പഠിച്ചപ്പോൾ ഫസ്റ്റ് കണ്ടത് ഈ 4 കാറ്റഗറീസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആർക്കി ബാക്ടീരിയയിലേക്ക് പോയത്. ആർക്കി ബാക്ടീരിയ എന്താ അവരുടെ പ്രത്യേകത? എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ? നല്ല ആവി പൊന്തുന്ന ഹോട്ട് സ്പ്രിങ്സിൽ ദേ ക്യാൻ സർവൈവ് അല്ലേ? നല്ല സോൾട്ടി ഏരിയാസിലും അവിടെയും ഹാലോഫൈൽസ് എന്നാണ് നമ്മൾ അതിനെ പറഞ്ഞത്, അവിടെയും അവർക്ക് ജീവിക്കാം. അങ്ങനെ എക്സ്ട്രീം ആയിട്ടുള്ള ഏരിയാസിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ബാക്ടീരിയ ഗ്രൂപ്പാണ് നമ്മുടെ ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എങ്ങോട്ട് പോയത്? ഹാലോഫൈൽസ്, തെർമോഫൈൽസ്, മെത്തനോജൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ യു ബാക്ടീരിയ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വന്നത്. അതിൽ നമ്മൾ സൈനോ ബാക്ടീരിയ പറഞ്ഞു, ഹെട്രോസിസ്റ്റ്, മൈക്കോപ്ലാസ്മ, വാട്ടർ ബ്ലൂ. ഈ 4 പോയിന്റ്. അപ്പൊ ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ കയ്യിലുണ്ടോ? കയ്യിലില്ലെങ്കിൽ പറയാ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ കയ്യിലുണ്ടോ? യെസ് ഓർ നോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, അതിനാ ഞാൻ പറയുന്നത്. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാം, റിപ്പീറ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ക്ലിയർ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടേ. ഇഫ് ദാറ്റ് ക്ലിയർ പ്ലീസ് ഗിവ് മീ എ തംസ് അപ്പ്. വൺസ് മോർ. ഏത് ടോപ്പിക് ആണ് ആരതി പറയണ്ടേ? ലൈക്ക് ഇന്നെടുത്ത ടോപ്പിക് ആണോ, സൈനോ ബാക്ടീരിയ ആണോ? ലൈക്ക് ആ ടോപ്പിക് ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. കുറെ ടോപ്പിക് പറഞ്ഞു പോയില്ലേ, അതിൽ നിങ്ങൾക്ക് കേൾക്കേണ്ട ടോപ്പിക് ഒന്ന് മെൻഷൻ ചെയ്ത് പറയണം. ക്ലിയർ ആണ്? ബാക്കിയുള്ളവർക്കൊന്നും ക്ലിയർ അല്ല. സൈനോ ബാക്ടീരിയ വേറെ ഒന്നുമില്ല, ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ്. ഫോട്ടോസിന്തസിസ് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ ആണ് സൈനോ ബാക്ടീരിയ. അവരാണ് വാട്ടർ ബ്ലൂം ഉണ്ടാക്കുന്നത്. അതായത് ഈ പുഴയല്ല, നമ്മുടെ ഈ കുളത്തിലൊക്കെ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് കോളനി ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കും. ഓക്കെ, അതിനാണ് വാട്ടർ പൊല്യൂഷൻ ആണ്, ഒരു കൈൻഡ് ഓഫ് പൊല്യൂഷൻ ആണ് അല്ലെ. വെള്ളം മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? താഴെയുള്ള വെള്ളത്തിൽ എയറേഷൻ അല്ലെ, വാട്ടറിൽ എയറേഷൻ നടക്കാതെ വരുന്നു. വാട്ടറിന്റെ അടിയിലുള്ള ഓർഗാനിസങ്ങൾക്കൊന്നും ഓക്സിജൻ കിട്ടാതെ വരുന്നു. മൊത്തത്തിൽ ആ ഒരു കുളം അല്ലെങ്കിൽ ആ പോണ്ട് നശിച്ചു പോവാണ് ചെയ്യുക. അപ്പൊ അതൊരു കൈൻഡ് ഓഫ് പൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വാട്ടർ ബ്ലൂംസ് ഉണ്ടാക്കി വാട്ടർ പൊല്യൂഷൻ ചെയ്യുന്ന ഒരാളാണ് ഈ സൈനോ ബാക്ടീരിയ.
ഒരു മൊത്തം കവർ ചെയ്യുകയാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ സൈനോബാക്ടീരിയ നല്ലൊരാളാണ്, കാരണം അവർ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്, കാരണം നമുക്ക് ഓക്സിജനെ കിട്ടുന്നത് ഫോട്ടോസിന്തസിസിലൂടെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ അവര് അടിപൊളി ആൾക്കാരാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആൽഗൽ ബ്ലൂം ഉണ്ടാക്കുകയാണെങ്കിൽ അവര് പ്രശ്നക്കാരാണ്. അതർവൈസ് സൈനോബാക്ടീരിയ ഭയങ്കര ബെനിഫിഷ്യൽ ആണ് നമുക്ക്. അവര് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് നല്ല കാര്യമാണ്, അതിലൂടെ നമുക്ക് ഓക്സിജനും ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ ഇയർ പുതിയ, ഇത് പഴയ ബുക്ക് തന്നെയാണ് ഷാഹിദെ, നമുക്ക് റിവൈസ്ഡ് ആയിട്ടില്ല, ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ചേഞ്ച് ആയിട്ടില്ല കേട്ടോ. ചേഞ്ച് ആയി കഴിഞ്ഞാൽ എൻ്റയർ സിലബസ് അത് എളുപ്പമല്ല ചേഞ്ച് ആവാൻ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് കുറെ എക്സാംസ് വരുന്നു, എൻട്രൻസ് എക്സാം, അങ്ങനെ കുറെ എക്സാം ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ചേഞ്ച് വരുത്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ചേഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ പ്രോകാരിയോട്ടും ക്ലിയർ ആയോ? ആരതിക്ക് ക്ലിയർ ആയോ പറഞ്ഞത്? യു ബാക്ടീരിയ പറയണം കേട്ടോ, ക്ലിയർ ആണെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടു. പ്രോ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, ഏർലി സ്റ്റേജിൽ ഉണ്ടായതാണ്, വളരെ ചെറുതാണ്, പ്രത്യേകിച്ച് ന്യൂക്ലിയസ് ഒന്ന് പറയാനൊന്നുമില്ല. ന്യൂക്ലിയസ് ഉണ്ട്, ബട്ട് നോട്ട് ഡെഫിനിറ്റ് ഇൻ സൈസ്, അല്ലെങ്കിൽ കറക്റ്റ് ഡെഫിനിഷൻ ആയിട്ടൊന്നും ന്യൂക്ലിയസ് അവിടെ ഇല്ല. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള റൈബോസോം, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അവരൊന്നും ഇവിടെ പ്രസന്റ് അല്ല പ്രോകാരിയോട്ടിൽ കേട്ടോ. യൂകാരിയോട്ടിലേക്ക് വരികയാണെങ്കിലോ, യൂകാരിയോട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവർ അടിപൊളിയാ, കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ആവാൻ കാരണം എന്താ? എല്ലാ സെൽ മെമ്പറൈൻസും കാണാം, എല്ലാ സെൽ മെമ്പേഴ്സും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും അത് കോംപ്ലക്സ് ആയിരിക്കും. ന്യൂക്ലിയസ് ഉണ്ട്, സൈസ് വലുതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂകാരിയോട്സ് കോംപ്ലക്സ് ആണ്. നമ്മുടെയൊക്കെ ബോഡിയിൽ നമ്മളൊക്കെ യൂകാരിയോട്സ് ആണ്. നമ്മുടെയൊക്കെ സെല്ലിലെ എല്ലാ സെൽ ഓർഗനൽസും കാണുന്നുണ്ട്, റൈബോസോം തൊട്ട് മൈറ്റോകോൺട്രിയ എല്ലാം നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് എന്നാണ് പറയുന്നത് കേട്ടോ. അത് പറഞ്ഞു ഓൾറെഡി, എന്നാൽ ഒന്നുകൂടെ കാണിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത കിങ്ഡത്തിലേക്ക് പോട്ടെ. റെഡിയാണോ? നെക്സ്റ്റ് കിങ്ഡം മൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് മക്കളെ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. എല്ലാം കഴിയട്ടെ, എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. ഓക്കെ, അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റ ആണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ. കിങ്ഡം മുനീറ കഴിഞ്ഞു, നെക്സ്റ്റ് ആണ് നമ്മൾ കിങ്ഡം പ്രോട്ടിസ്റ്റയിലേക്ക് വന്നത്. ഓക്കെ, ഇവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തന്നെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂകാരിയോട്സ് ആണ്. നേരത്തെ നമ്മൾ കണ്ടത് ബാക്ടീരിയാസ് ആയിരുന്നു, ഫുള്ളും ബാക്ടീരിയ ആയിരുന്നു കേട്ടോ. കിങ്ഡം മുനീറ എടുത്തപ്പോൾ അതിനകത്ത് കംപ്ലീറ്റ്ലി ബാക്ടീരിയാസ് ആണ് സോൾ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഹിയർ ഓൾ സിംഗിൾ സെൽഡ് യൂകാരിയോട്ട് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദം ആർ അക്വാട്ടിക് ഇൻ നേച്ചർ. അക്വാട്ടിക് എന്ന് വെച്ചാൽ എന്താ? വെള്ളത്തിലാണ് കാണുക, വാട്ടറിലാണ് ഇവരൊക്കെ ജീവിക്കണേ മെജോറിറ്റി കേട്ടോ. ഭൂരിഭാഗം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ജീവികളൊക്കെ തന്നെ അക്വാട്ടിക് ആണ്, വെള്ളത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവരുടെ പ്രത്യേകത they have definite nucleus and also other membrane bound organelles. കാരണം എന്താ? ഇവര് യൂകാരിയോട്ടാ. യൂകാരിയോട്ടിലുള്ളവർക്കൊക്കെ നല്ല ന്യൂക്ലിയസും ഉണ്ട്, എല്ലാ സെൽ ഓർഗനൽസും ഉണ്ട്. അപ്പൊ പിന്നെ അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലായി. യൂകാരിയോട്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, they have definite nucleus and all the cell organelles. എല്ലാം അവർക്കുണ്ട്, സെറ്റാണ്. ഓക്കെ, ആൻഡ് ചിലവർക്ക് some of them have flagella or cilia. എന്തിനാണ് ഫ്ലജല്ലും സീലിയും ഉള്ളത്? ഒന്ന് പറഞ്ഞേ, എന്തിനാണ് ഫ്ലജല്ലും സീലിയും ഉള്ളത് മക്കളെ? ഫോർത്തിലെ സെക്കൻഡ് വൺ ആരാ? അഭിനയ കൃഷ്ണ. എന്താണ് മോളെ ഫ്ലജല്ലും സീലിയും? എന്തിനാ അത്? എന്തിനായിരിക്കും? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നേരത്തെ ഞാൻ ഫ്ലജല്ലത്തിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഫ്ലജല്ല ഓർ സീലിയ പ്രസന്റ് ആവാനുള്ള റീസൺ, അല്ലെങ്കിൽ അത് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദി മൂവ്മെന്റ്. ഓക്കെ, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചലിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഫ്ലജല്ലം സീലിയ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചർ. രണ്ടും ഒന്നല്ല, രണ്ടാണ്. അതിന്റെ ഷേപ്പിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് അത് ചിലതിന് ഫ്ലജല്ലം എന്നും ചിലതിനെ സീലിയ എന്നും പറയുക. മോട്ടിലിറ്റി ആണ്, മോർട്ടാലിറ്റി അല്ല കേട്ടോ. ഓക്കെ, മോട്ടിലിറ്റി. അപ്പോൾ മോട്ടിലിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഫ്ലജല്ലം അല്ലെങ്കിൽ സീലിയ എന്നൊക്കെ പറയുന്നത്. അത് എല്ലാത്തിലും ഇല്ല, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന എല്ലാവരും മൂവ് ചെയ്യുന്നില്ല, സം ഓഫ് ദം. അപ്പൊ മൂവ് ചെയ്യാത്തവരും അവിടെ ഉണ്ട്.
Okay, and also reproduction, case of reproduction നമ്മൾ എടുക്കുകയാണെങ്കിൽ they can reproduce both sexually and asexually. രണ്ട് രീതിയിലും റീപ്രൊഡ്യൂസ് ചെയ്യാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഫേവറബിൾ കണ്ടീഷന്റെ കാര്യം പറഞ്ഞത് ഓർക്കുന്നില്ല അബ്ദുലെ? ഫേവറബിൾ കണ്ടീഷൻ ഓർമ്മയുണ്ടാ അബ്ദുലെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എവിടെ? അവിടെ ഉണ്ടോ? ഉണ്ട്. എന്താണ് ഞാൻ ഇപ്പൊ പറഞ്ഞേ? അത് കഴിഞ്ഞിട്ട് റീപ്രൊഡക്ഷൻ എങ്ങനെ നടക്കുന്നു എന്നാ പറഞ്ഞേ കിങ്ഡം പ്രൊട്ടിസ്റ്റയില്? ആ, രണ്ട് രീതിയില് അല്ലേ? വായിച്ചേ. സെക്ഷുവലിയും അസെക്ഷുവലിയും നടക്കുന്നുണ്ട്. എങ്ങനെയാ അത് വ്യത്യാസപ്പെടുന്നത്? ചിലത് മാത്രം സെക്ഷുവലി, ചിലത് മാത്രം അസെക്ഷുവലി. എങ്ങനെയാവുന്നേ? അൺഫേവറബിൾ കണ്ടീഷൻ അല്ലേ? നല്ല ഫേവറബിൾ, അവർക്ക് ഇഷ്ടപ്പെട്ട ഫേവറബിൾ കണ്ടീഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്താൻ അവർ ഏബിൾ ആണെങ്കിൽ അവർ അതാണ് ചെയ്യുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ അവർ എപ്പോഴും സെക്ഷൽ റീപ്രൊഡക്ഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കിട്ടിയോ അബ്ദുലെ? ആ, ഇനി നിങ്ങൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും കേട്ടോ, ഈ അൺഫേവറബിൾ കണ്ടീഷന്റെ കാര്യം, സെക്ഷൽ അസെക്ഷൽ ഒക്കെ കേൾക്കും. അപ്പൊ അത് ക്ലിയർ ആവാൻ ഇപ്പൊ തന്നെ പറഞ്ഞത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ അവിടെ ഫ്യൂഷൻ ആണ് സംഭവിക്കുന്നത്. ഫ്യൂഷൻ അത് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോളൂ. ഈ കോമൺ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ സെക്ഷൽ റീപ്രൊഡക്ഷനും അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയും പറയണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാമെന്നാണ് വിചാരിക്കുന്നു തോന്നുന്നു. ഇവര് ടെക്സ്റ്റ് എഴുതിയവര് ഓൾറെഡി ഇത് നിങ്ങൾക്ക് അറിയാം, അണ്ടർസ്റ്റുഡ് ആണെന്ന് വിചാരിച്ചിട്ടാ തോന്നുന്നു. ഇത് എവിടെയും പറഞ്ഞു തരുന്നില്ല. അപ്പൊ നോട്ട് ചെയ്ത് വെക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്യൂഷൻ നടന്നിട്ടുണ്ടായിരിക്കും. ഫ്യൂഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ there is no fusion. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ഈ വർഷവും വേണം, അടുത്ത വർഷവും വേണം. ഇനി അങ്ങോട്ട് നിങ്ങൾ ബയോളജി ഫീൽഡിലാണെങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സെക്ഷൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്യൂഷൻ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ നിങ്ങൾക്ക് അച്ഛന്റെയും അമ്മയുടെയും ചായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? വിസ്മയ അപ്പുറത്ത് ആരായിരുന്നു? വിസ്മയുടെ അപ്പുറത്തിരുന്ന ആരായിരുന്നു? ശിവാനി. എന്താണ്, മുഖം കഴുകിയിട്ട് വരണോ? വേണ്ട. ഓക്കെ, അപ്പൊ നമ്മളടുത്ത് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നിനക്ക് അച്ഛന്റെ ചായയാണ്, അല്ലെങ്കിൽ അമ്മയുടെ സൗണ്ട് ആണ്, അമ്മയുടെ ചായയാണ്, അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ പാരന്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ അടുത്ത് പറയും. മ്യൂട്ട് ചെയ്തോ മോളെ, പറയാറുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ചായ വരുന്നേ? അച്ഛന്റെ അമ്മയുടെയും ചായ ഒക്കെ നമുക്ക് എങ്ങനെയാ വരണേ? എങ്ങനെയാ വരണേ? നമ്മള് ജനിക്കുമ്പോഴേ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തരുന്നതാണോ ഈ ചായയൊക്കെ? ആണോ ആശിഷേ? എങ്ങനെയാ നമുക്ക് തരുന്നേ? ആ, കാരണം അച്ഛന്റെ അല്ലേ, നമ്മുടെ ഫാദർ. ജെനറ്റിക്സ് ആയോ നമ്മുടെ ക്ലാസ്? നമ്മുടെ ഫാദറിൽ നിന്നും മദറിൽ നിന്നും നമുക്ക് കമ്പോണൻസ് വരുന്നുണ്ട്, ജീൻസ് വരുന്നുണ്ട്, DNA വരുന്നുണ്ട് അല്ലേ? അത് അവിടെ ഫ്യൂസ്ഡ് ആയപ്പോഴാണ് നമ്മള് മീ ഉണ്ടായത്. അവിടെ ഫ്യൂഷൻ നടന്നു. അച്ഛൻ്റെ നിന്ന് അമ്മയുടെ നിന്ന് വരുന്ന സ്പേമും അമ്മയുടെ നിന്ന് വരുന്ന എഗ്ഗും തമ്മിൽ അവിടെ ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ രണ്ടും മിക്സ് ആയിട്ട് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ നമ്മുടെ ബോഡിയിലും കാണുന്നത്. അപ്പൊ ഫ്യൂഷൻ, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അവിടെ ഫ്യൂഷനേ ഇല്ല. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പാരന്റ് ഉണ്ടായി, കണ്ടോ? ഈ ഷേപ്പിൽ ഒരു പാരന്റ് ഉണ്ടായി എന്ന് വിചാരിക്കാം. എന്തായാലും മനുഷ്യന്മാരിൽ എന്തായാലും ഇങ്ങനെ നടക്കില്ല. ബാക്ടീരിയാസിലും അതുപോലെയുള്ള ഓർഗാനിസങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ അവിടെ സംഭവിച്ചൊരു കാര്യം എന്താന്ന് വെച്ചാൽ പാരന്റ് എങ്ങനെയാണോ അതിൽ നിന്ന് അല്ലെങ്കിൽ അതേപോലത്തെ ഓഫ് സ്പ്രിങ്സ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾ കേട്ടോ. നെക്സ്റ്റ് ജനറേഷൻ ഉള്ളവരെയാണ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പാരന്റ് അവിടെ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ പാരന്റിൽ നിന്ന് തന്നെ അടുത്ത കുട്ടികൾ ഉണ്ടാവുന്നു, അതിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവുന്നു. അങ്ങനെ ഇവിടെ ഫ്യൂഷൻ നടക്കുന്നില്ല. പാരന്റ് ഡയറക്ട്ലി നെക്സ്റ്റ് ജനറേഷൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് നേരത്തെ സ്പോർ എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പോർ, അതായത് പാരന്റ് ഇങ്ങനെയാണെങ്കിൽ പാരന്റ് പുറത്ത് ആദ്യം ഇങ്ങനത്തെ ഒരു സ്പോർ ഫോം ചെയ്യും. പിന്നീടാണ് ആ സ്പോർ ഡെവലപ്പ് ചെയ്ത് പാരന്റിന്റെ അതേ ഷേപ്പിൽ വരുന്നു. ഒരു ചേഞ്ചും ഇല്ല. പാരന്റ് എങ്ങനെയാണോ അതേപോലെ മക്കള്. ഫ്യൂഷൻ നടക്കുന്നേ ഇല്ല. ആ 10th പഠിച്ചിട്ടുണ്ടാവും. ഞാൻ വെറുതെ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തു. നേരത്തെ പറയണ്ടേ ഷാഹിദേ?
അപ്പൊ ഇതാണ് അവിടെ നടക്കുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദർ ഇസ് എ നോ ഫ്യൂഷൻ. അത് മനസ്സിലാക്കുക, വേറെ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫ്യൂഷൻ ഇല്ല. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പൊ കിങ്ഡം പ്രോട്ടിസ്റ്റ ആണ് നമ്മൾ പറഞ്ഞത്. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ഫീച്ചേഴ്സ് കിട്ടിയോ? കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടിയോ? സിംഗിൾ സെൽഡ് ആണ്, യൂകാരിയോട്സ് ആണ് ഉള്ളത്, അക്വാട്ടിക് ആയിട്ടുള്ള നേച്ചർ ആണ്. യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ന്യൂക്ലിയസ് ഉണ്ട്, എല്ലാ സെൽ ഓർഗനൽസും ഉണ്ട്. അതുപോലെ തന്നെ മൂവിങ് ആണെങ്കിൽ അവർക്ക് ഫ്ലജല്ലിയും സീലിയും പ്രസന്റ് ആണ്. ഇവര് രണ്ട് രീതിയിലും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ അഭിനി, റിസ? മനസ്സിലായോ? ആയില്ലേ ആശിഷേ? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. ഓക്കെ, സെറ്റ് ആണ്. സെറയുടെ അപ്പുറത്തിരിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു? ആദിത്യ. ഓക്കെ ഓക്കെ ഓക്കെ, വേണ്ട വിളിക്കാം. ഫസ്റ്റ് സെറേനെ കാണാം, ആദിത്യനെ കാണാം. ആദിത്യയുടെ ഒരു പകുതിയെ കാണുന്നുള്ളൂ, അതുകൊണ്ട് ഫസ്റ്റ് എല്ലാവരും സെറേനെ വിളിക്കുന്നത് അല്ലേ? പരിഹാരം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോ ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയില് നമുക്ക് അതിന് കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ, സബ് ഫൈലംസ് പഠിക്കാനുണ്ട്. കിങ്ഡം പ്രോട്ടിസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്, അതിന്റെ താഴെ വരുന്ന കുറച്ച് ക്ലാസ്സുകൾ ഉണ്ട്. ഇത് പഠിക്കണം, ഇതിന്റെ ഓർഡർ പഠിക്കണം. ഇതിന്റെ അകത്ത് വരുന്ന എല്ലാ പോയിന്റ്സും പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പോയിന്റ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത്. ബട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ താഴെ ആരൊക്കെയാണ്, ഏതൊക്കെ ഡിവിഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ അതിൽ വരുന്ന 5 ഡിവിഷൻസ് ആണ് വരുന്നത്. ആദ്യത്തെയാണ് ക്രൈസോഫൈറ്റ്സ്. ഒന്ന് പറഞ്ഞേ, ക്രൈസോഫൈറ്റ്സ്. ഒന്ന് പറയാൻ കിട്ടാനാണ് പറയുന്നത് കേട്ടോ, കുഞ്ഞു പിള്ളേരുടെ അടുത്ത് പറയണ പോലെ ഒന്ന് വിചാരിക്കരുത്, ചിലർക്ക് ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ക്രൈസോഫൈറ്റ്സ്. ദെൻ ഡൈനോഫ്ലജലേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലീന എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ 10th-ലോ 9th-ലോ ഒക്കെ കേട്ടിട്ടുണ്ടാവും, യൂഗ്ലീന. അപ്പൊ ആ ഒരു കാറ്റഗറിയാണ് യൂഗ്ലിനോയിഡ്സ്. സ്ലൈം മൗൾസ് ഉണ്ട്. പ്രോട്ടോസോവൻ. അങ്ങനെ ഒരു 5 കാറ്റഗറി. ഇത് ആരിൽ വരുന്നതാ? കിങ്ഡം മൊനീറയിൽ വരുന്നതാണോ? ആണോ ഹാദിയ? കിങ്ഡം മൊനീറയിൽ വരുന്നതാണോ ഇത്? അല്ല, കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നതാണ് ഇതൊക്കെ 5 ഓക്കെ, അപ്പൊ അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ ക്രൈസോഫൈറ്റ്സ്. ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ആളാണ് ക്രൈസോഫൈറ്റ്സ്. അപ്പൊ ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു വേർഡ് ആണ് ഡയാറ്റം. ഇത് ഒരു ആൽഗയുടെ പേരാണ് കേട്ടോ. ഡയാറ്റം എന്ന് പറയുന്നത് ഒരു ആൽഗയുടെ പേരാണ്. ഈ ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഈ ആൽഗ വരുന്നത്, ഡയാറ്റം എന്ന് പറയുന്ന ആൽഗ വരുന്നത്. ഡയാറ്റം മാത്രമല്ല, ഗോൾഡൻ ആൽഗ എന്ന് പറയുന്ന ഫോട്ടോ ഒക്കെ ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇതാണ് ഡയാറ്റം, ഇപ്പുറത്തുള്ള കാണുന്നതാണ് ഗോൾഡൻ ആൽഗ. ഈ 2 പേരും, ഈ 2 ഓർഗാനിസംസും ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? കിങ്ഡം പ്രോട്ടിസ്റ്റയില് ക്രൈസോഫൈറ്റ്സിന്റെ അണ്ടറിലാണ് ഈ ഡയാറ്റമും ഗോൾഡൻ ആൽഗയും വരുന്നത്. അത് ക്ലിയർ ആക്കണം കേട്ടോ. നിങ്ങൾ ക്രൈസോഫൈറ്റ്സിന് പകരം ഡൈനോഫ്ലജലേറ്റ്സിൽ കൊണ്ടുപോയിട്ട് എഴുതി വെക്കരുത്. ആ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവണം. കിങ്ഡം പ്രോട്ടിസ്റ്റ, അതിന്റെ അടിയിൽ ക്രൈസോഫൈറ്റ്സ്, അതിന്റെ അണ്ടറിലാണ് ഈ ഡയാറ്റമും ഗോൾഡൻ ആൽഗയും വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡയാറ്റത്തിന്റെ ഷേപ്പ് കണ്ടോ നിങ്ങൾ? ഡയാറ്റത്തിന്റെ ഷേപ്പ് കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ആദിത്യ, ആഗ്നസേ, ഇതിന്റെ ഷേപ്പ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഡയാറ്റത്തിന്റെ കേട്ടോ, ഡയാറ്റത്തിന്റെ ഷേപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും വേറെ ഓർഗാനിസം അല്ലെങ്കിൽ നമ്മള് ബയോളജി റിലേറ്റഡ് ആവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു ഷേപ്പ് തോന്നുന്നുണ്ടോ? വള്ളത്തിന്റെ ഷേപ്പ് തോന്നുന്നുണ്ട്. പിന്നെ ആരതി, എന്തെങ്കിലും ഷേപ്പ് തോന്നുന്നുണ്ടോ? ഐസ്. ഓക്കെ, പിന്നെ തേർഡ് റോയിൽ ആദിത്യ. 2 ആദിത്യ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഓക്കെ, ഫിഷിന്റെ ഷേപ്പ്, ലീഫിന്റെ ഷേപ്പ് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ പറയുന്നതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഷേപ്പാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് അറിയാനാ ഞാൻ ചോദിക്കണേ. ഫിഷിന്റെയും ഐസിന്റെയും വള്ളത്തിന്റെയും ലീഫിന്റെ ഒക്കെ ഷേപ്പാണ് തോന്നുന്നത്. കണ്ടാ നമുക്ക് അങ്ങനെയാ തോന്നുക അല്ലെ? പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഷേപ്പ് എന്താണെന്നറിയോ? സോപ്പ് ബോക്സ്. പപ്പായയുടെ ഹാഫ് ആയിട്ടാണ് തോന്നുന്നത്.
ഷാഹിദിന് പപ്പായുടെ പകുതി പോലെയാണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇതൊന്നും അല്ല എക്സാമിന് എഴുതേണ്ട ഷേപ്പ് സോപ്പ് പെട്ടിയുടെ ഷേപ്പ്, സോപ്പ് ബോക്സിന്റെ ഷേപ്പ്. ഓക്കെ, ഡയാറ്റം. ഇത് ഏത് സോപ്പിന്റെ ബോക്സ് ആണ് ഇങ്ങനെയെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇത് സോപ്പ് ബോക്സിന്റെ ഷേപ്പ് ആണ് കേട്ടോ. ഓക്കെ, സോ ഈ ഡയാറ്റത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രൈസോഫൈറ്റ്സിൽ വരുന്ന എല്ലാവരും ഫോട്ടോസിന്തറ്റിക് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം, അവർ നല്ല രീതിയിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നവരാണ്. ക്രൈസോഫൈറ്റ്സിന്റെ അണ്ടറിൽ വരുന്ന എല്ലാവരും തന്നെ. ഇനി ഡയാറ്റം എങ്ങനെയാണ് ഈ ഒരു ഷേപ്പ്, അവർക്ക് ഈ സോപ്പ് ബോക്സിന്റെ ഷേപ്പ് കിട്ടിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആൽഗയുടെ പുറത്ത് സിലിക്ക വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. സിലിക്ക അത് 1-2 മാസം 1-2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇതിന് ഷേപ്പ് കിട്ടുന്നത്, വർഷങ്ങളോളം എന്നാണ് പറയുന്നത്, ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ എടുത്താണ് അവർക്ക് ഈ ഒരു ഷേപ്പ് അവർ അറ്റൈൻ ചെയ്യുന്നത്. കാരണം ഇങ്ങനെ സിലിക്ക വന്നിട്ട്, നമുക്ക് കടലാണ്, ഒരുപാട് അയൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ ഓഷ്യനിൽ. അപ്പൊ അങ്ങനെ അതിലുള്ള സിലിക്ക വന്നിട്ട് ഈ ആൽഗയുടെ പുറത്ത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു സോപ്പ് ബോക്സിന്റെ ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ഡയാറ്റം എന്നാണ് പറയുന്നത്. ആൽഗയുടെ പേര് ഡയാറ്റം എന്നാണ്. The wall formed of silica. സിലിക്ക വന്നിങ്ങനെ ഡെപ്പോസിറ്റ് ആയി ലാർജ് എമൗണ്ട് ഓഫ് സിലിക്കയാണ്. അതാ പറഞ്ഞു 1-2 മാസം കൊണ്ട് നടക്കണതല്ല, ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് അവർ ഈ ഷേപ്പിലേക്ക് എത്തിച്ചേരുന്നത്. ബിക്കോസ് ഓഫ് ദി ഡെപ്പോസിഷൻ ഓഫ് സിലിക്ക. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ഭയങ്കര എന്താണ്, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. ഈ ഡയാറ്റത്തിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എർത്ത് എന്നാണ് നമ്മൾ ഈ ഡയാറ്റത്തിനെ പറയുന്നത്. കാരണം അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഫോം ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഡയാറ്റം. അതുകൊണ്ട് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ ഡയാറ്റത്തിന് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ഇതിന്റെ ഉപയോഗം? ഇത്രയും വലിയ സംഭവമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഡയാറ്റത്തിനെ നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? യെസ്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മെയിൻ ആയിട്ട് 3 യൂസസ് ആണ് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഇതിനേക്കാളും യൂസസ് കാണാം, ബട്ട് മെയിൻ ആയിട്ട് വരുന്ന 3 യൂസസ് ആണ് പറയുന്നത്. ബോയിലറിലൊക്കെ ഇൻസുലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്റ്റീം പൈപ്പ്, ആവി പോകുന്ന പൈപ്സിലൊക്കെ ഇൻസുലേറ്റിംഗ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഡയാറ്റം ആൽഗേനെ. ഒരു ആൽഗയാണിത് കേട്ടോ. ഡയാറ്റം ആൽഗേനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഫിൽട്രേഷൻ, ഇപ്പൊ വലിയ ഖനികളൊക്കെ ഉണ്ടാവും, മൈനിങ് ഒക്കെ ഉണ്ടാവും അല്ലെ, അവിടെയൊക്കെ ഓയില് സിറപ്പുകളൊക്കെ നമ്മളിങ്ങനെ ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. അവിടെയും ആരും ഉപയോഗിക്കാറുണ്ട്, ഡയാറ്റത്തിന് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് ഇൻഡസ്ട്രിയൽ യൂസസ് ഉള്ള ഒരു ആൽഗയാണ് ഈ ഡയാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ള കാരണം ഈ സിലിക്ക ഡെപ്പോസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 യൂസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് ഡയാറ്റം ആണ്. ക്രൈസോഫൈറ്റ്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത് ഡയാറ്റം ആണ്. ഗോൾഡൻ ആൽഗ അത്രയും ചോദിച്ചു കണ്ടിട്ടില്ല, ബട്ട് ഡയാറ്റം എല്ലാ എക്സാമിനും ചോദിക്കും, അത് നിർബന്ധമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും, പിന്നെ ടീച്ചർ പറയുന്ന പോലെയൊക്കെ ചോദിക്കല്ലേ. ഇത് കഴിഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന്. ഓക്കെ, അപ്പൊ ഡയാറ്റം പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അതിന്റെ യൂസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോട്ടിലേക്ക് എഴുതിക്കേ വേഗം. നോട്ട് എടുത്തേ. ടെക്സ്റ്റ് ഇല്ലാത്തവരുടെ കയ്യിൽ നോട്ട് ഉണ്ടാവുമല്ലോ, വേഗം നോട്ട് എടുക്കുക. ഇല്ലാത്തവർ വേഗം എടുത്തിട്ട് വരിക കേട്ടോ. നോട്ട് നിർബന്ധമാണ് എന്ന് കരുതി എല്ലാ നോട്ട്സും എഴുതേണ്ട കാര്യമില്ല, ബട്ട് ടീച്ചർ ഞാൻ പറയുന്നത് എന്തായാലും എഴുതണം. ലെക്ചർ നോട്ട്സ് വേണമെങ്കിൽ എഴുതാം. അപ്പൊ വേഗം നോട്ട് എടുക്കുക. ഈ 3 യൂസസ് ഓഫ് ഡയാറ്റമിഷ്യസ് എർത്ത് നിർബന്ധമായിട്ടും പഠിക്കണം. ആരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണ്ട കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, എഴുതുക തന്നെ വേണം. നോട്ട് എടുക്കുക, എഴുതാം. എഴുതി കഴിഞ്ഞാൽ ഒരു തംസ് അപ്പ് തരണം കേട്ടോ. ഡൺ. എല്ലാവരും ഡൺ ആയോ? കഴിഞ്ഞ സ്ലൈഡ് കാണിക്കാം കേട്ടോ മോളിപ്പോ കാണിക്കാം. എല്ലാവരുടെയും കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, സ്ലൈഡുകൾ ആവശ്യമുള്ളവരൊക്കെ പറഞ്ഞാൽ മതി, ടീച്ചർ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞാൽ മതി, ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നേരത്തെ കാണിച്ച സ്ലൈഡ്.
നിങ്ങൾക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലിങ്ങനെ അണ്ടർലൈൻ ചെയ്തിട്ടാലും മതി കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ബട്ട് എഴുതാൻ പറയുന്നത് എന്തായാലും എഴുതണം. ഓക്കെ, അപ്പോൾ ഡയാറ്റത്തിനെ കണ്ട ഇനി നിങ്ങൾ വെള്ളം പപ്പായ എന്നൊന്നും പറഞ്ഞേക്കരുത്, സോപ്പ് ബോക്സ് ആണ്, മറക്കരുത് കേട്ടോ. ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് ഡൈനോഫ്ലെജലേറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ക്രൈസോഫൈറ്റ്സ് ഇത്രയേ ഉള്ളൂ. ഡയാറ്റം അതന്നെ മെയിൻ, വേറെ ഒന്നും ആരും ചോദിക്കില്ല കേട്ടോ. അപ്പൊ ഡയാറ്റ് നന്നായി പഠിക്കുക ആ ഭാഗത്തുനിന്ന്. അടുത്തത് ഡൈനോഫ്ലെജലേറ്റ്സ് ആണ്. ഇവര് എന്താണ് ഫോട്ടോ, ഇത് കുറെയൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു എല്ലാം ഫോട്ടോസിന്തറ്റിക് ആണ്, ഇവിടെയും എല്ലാം ഫോട്ടോസിന്തറ്റിക് ആണ്. ഇവരുടെ ഒരു പ്രത്യേകത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഡിഫറെന്റ് കളേഴ്സിൽ നമുക്ക് ഇവരെ കാണാം. കണ്ടോ, ഡൈനോഫ്ലെജലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കളേഴ്സിൽ ഇവരെ കാണാം. യെല്ലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, പല കളേഴ്സിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് പിഗ്മെന്റുകൾ, പല പല പിഗ്മെന്റുകൾ ആയതുകൊണ്ടാണ് പല കളേഴ്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഈ റെഡ് ഡൈനോഫ്ലെജലേറ്റ്സ് ഉണ്ടല്ലോ, റെഡ് കളർ ഡൈനോഫ്ലെജലേറ്റ്സ്, ഇത് ഇവരുടെ റീപ്രൊഡക്ഷന്റെ സമയമാകുമ്പോൾ ഇവര് ഓഷ്യനിൽ വെച്ച് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ എണ്ണം കൂടും, മൾട്ടിപ്ലൈ ചെയ്യും. ആ സമയത്ത് നിങ്ങൾ ഓഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റെഡ് കളറിലാണ് ഉണ്ടാവുക. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ നല്ല റെഡ് കളറുള്ള ഓഷ്യൻ? ഫോട്ടോസിലോ വീഡിയോസിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടില്ല? അപ്പൊ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ അതിന്റെ റെഡ് ടൈഡ് എന്നാണ് പറയുന്നത്. ശരിക്കും അത് ഒരു പ്രതിഭാസമാണ്. റെഡ് ടൈഡ് എങ്ങനെ വരണേ? ഈ ഡൈനോഫ്ലെജലേറ്റ്, ഏത് റെഡ് ഡൈനോഫ്ലെജലേറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കടലിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഫുൾ റെഡ് ഇൻ കളർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? ഓക്കെ, അപ്പൊ റെഡ് ഡൈനോഫ്ലെജലേറ്റ്സിന്റെ പേരാണ് ഗോണിയാലെക്സ് എന്ന് പറയുന്നത്. റെഡ് ഡൈനോഫ്ലെജലേറ്റ്സിന്റെ പേരാണ് ഗോണിയാലെക്സ് എന്ന് പറയുന്നത്. ഇതാണ് റെഡ് ടൈഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് പഠിക്കണം. റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഒരു ഡൈനോഫ്ലെജലേറ്റ് ആണ് ഗോണിയാലെക്സ് എന്ന് പറയുന്നത്. ഇത് റെഡ് ടൈഡ് ഉണ്ടാക്കാന്ന് വെച്ചാൽ അവരത് മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമില്ല. അവർ മൾട്ടിപ്ലൈ ചെയ്യാണ്, അവർ റീപ്രൊഡ്യൂസ് ചെയ്ത് അവരെ എണ്ണ കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ ആ ഏരിയ മൊത്തം റെഡ് കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിന്റെ പേര് മറക്കണ്ട, വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റിയൊരു പേരായതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്ന ഗോണിയാലെക്സ് കേട്ടോ. ഗോണിയാലെക്സ് ആണ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലെജലേറ്റ് ആണ് ഗോണിയാലെക്സ്. ടോക്സിക് ഇൻ ദ സെൻസ് നമുക്ക് അത്രയും ടോക്സിക് ഒന്നും അല്ല. അവരുടെ മൾട്ടിപ്ലിക്കേഷൻ അവർക്ക് അതൊരു പ്രശ്നമാണ്. കാരണം നമ്മൾ ആ റെഡ് ടൈഡ് കണ്ട് ആവേശം മൂത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, അവരുടെ റീപ്രൊഡക്ഷൻ ആണ് ബ്രേക്ക് ആവുന്നത് അല്ലേ? അത്രയേ ഉള്ളൂ. ഈ പേരുകളൊക്കെ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത് കേട്ടോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. ഇപ്പൊ ഡൈനോഫ്ലെജലേറ്റ്സിൽ നമുക്ക് റെഡ് ടൈഡ് മാത്രമാണ് പഠിക്കാനുള്ളത്, വേറെ പോയിന്റ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. കിട്ടിയല്ലോ? അപ്പൊ റെഡ് ടൈഡ് അത് കോസ് ചെയ്യണ ഗോണിയോലെക്സ് അണ്ടർലൈൻ ചെയ്യാം മതി. ബസ് ഗോണിയോലെക്സ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കോ, പറ്റും, എളുപ്പമാണ്. ഓക്കെ, അപ്പൊ എത്രയുള്ളൂ? ഡൈനോഫ്ലെജലേറ്റ്സ് കഴിഞ്ഞു. കിട്ടിയോ? ഇപ്പൊ ഈ രണ്ടെണ്ണം കിട്ടിയോ? ക്രൈസോഫൈറ്റ്സും ഡൈനോഫ്ലെജലേറ്റ്സും കയ്യിലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് തലയാട്ടിക്കേ. അപ്പൊ ആരുടെയൊക്കെയോ തല ആടുന്നില്ല, അപ്പൊ അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ആണോ ആദിത്യ? മനസ്സിലായില്ലേ? ചെറിയ അവസാനത്തെ ആളെ, നാലാമത്തെ ആളെ വിളിച്ച ആദിത്യ, എന്താണ് മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ. ഇനി ആരാ മനസ്സിലാവാതിരിക്കുന്നവര്? ഓക്കെ, അപ്പൊ ഗോണിയോലെക്സ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ അവിടെ പഠിക്കാൻ, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അടുത്ത കാറ്റഗറിയിലേക്ക് നമ്മൾ പോവാണ്, ദാറ്റ് ഈസ് യൂഗ്ലിനോയിഡ്സ്. ഇത് വളരെ പെട്ടെന്ന് തീരും, കാരണം ഇതിലെല്ലാം പോയിന്റ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് മാത്രം പഠിച്ചാൽ പോരെ. ഇനിയിപ്പോ എനിക്ക് എല്ലാ പോയിന്റ്സ് പഠിക്കണം നിർബന്ധം വരെ പഠിച്ചോ, നോ ഇഷ്യൂ. പഠിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ പഠിച്ചോളൂ. ബട്ട് എക്സാമിന് വരുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയും, അത് നിർബന്ധമായിട്ട് പഠിക്കണം. യൂഗ്ലിനോയിഡ്സ് ആണ് പറയുന്നത്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ലെയർ ആണ് അവർക്കുള്ളത്, ഈ ജീവികൾക്ക്. യൂഗ്ലിനോയിഡ്സിന്റെ അണ്ടറിൽ വരുന്ന ആ ഓർഗാനിസങ്ങൾക്കൊക്കെ അവരുടെ ഔട്ട്സൈഡ് ഒരു കവറിങ് ഉണ്ട്, ഒരു ലെയർ ഉണ്ട്. അത് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ്. നമ്മൾ അതിനെ പെല്ലിക്കിൾ എന്നാണ് പറയുന്നത്. പെല്ലിക്കിൾ. അപ്പൊ എന്തിനാണ് അവർക്ക് ഈ പ്രോട്ടീൻ റിച്ച് ലെയർ കൊടുത്തിരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി കിട്ടാനാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന പെല്ലിക്കിൾ ആണ് അവർക്കുള്ളത്. അപ്പൊ യൂഗ്ലിനോയിഡ്സിൽ നിങ്ങൾ നോക്കേണ്ട ഒരു വേർഡ് ആണ് pellicle, and this pellicle is help to give flexibility to the euglenoids. യൂഗ്ലിനോയിഡ്സിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതാണ് ഈ പെല്ലിക്കിൾ. ഓക്കെ, ആൻഡ് ഇവർക്ക് രണ്ട് ഫ്ലജെല്ലം ഉണ്ട്. അപ്പൊ ഫ്ലജെല്ലം എന്തിനാ യൂസ് ചെയ്യണേ? എഗെയിൻ ശിവാനി,
ഫ്ലജല്ല എന്തിനാ ഉപയോഗിക്കണേ? ഒന്ന് മ്യൂട്ട് ചെയ്യിപ്പിച്ച ശിവാനി. ഫ്ലജലത്തിന്റെ യൂസ് എന്താ? For moving. വെരി ഗുഡ്. മൂവ് ചെയ്യാനാണ് ഫ്ലജലം യൂസ് ചെയ്യണം. അപ്പൊ ഇവർക്കും 2 ഫ്ലജലം ഉണ്ട്. അതിന്റെ പ്രത്യേകത ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ്. ഒരെണ്ണം ഷോർട്ട് ആൻഡ് അനദർ വൺ ഈസ് ലോങ്. ഓക്കെ, ആൻഡ് ദേ ആർ ഫോട്ടോട്രോഫിക് ആണ്. ബട്ട് സൺലൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഹെറ്റോട്രോഫിക് ആവും അല്ലെ? വളരെ നല്ല ആൾക്കാർ. നമ്മൾ അങ്ങനെയല്ല, എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് വരും, എക്സാം ഇല്ലെങ്കിൽ പഠിക്കാതെ വരും. അതേപോലെയാണ് ഇവര്. സൺലൈറ്റ് ഉണ്ടെങ്കിൽ അവര് ഫോട്ടോട്രോഫിക് ആണ്, അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും, ഫുഡ് പ്രിപ്പയർ ചെയ്യും. സൺലൈറ്റ് ഇല്ലെങ്കിൽ അവര് ഹെറ്ററോട്രോഫിക് ആണ്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. ഓക്കെ, ആൻഡ് ഓൾസോ പിഗ്മെന്റ്സ് ആർ സിമിലർ. മറ്റുള്ള നേരത്തെ നമ്മൾ കണ്ടു പിഗ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെയുള്ള പിഗ്മെന്റുകൾ യൂഗ്ലിനോയിഡ്സിൽ കാണുന്നുണ്ട്. പിഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളർ ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെയാണ് പിഗ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്നതാണ് ക്ലോറോഫിൽ. അപ്പൊ ക്ലോറോഫിൽ ഒരു പിഗ്മെന്റ് ആണ്. അപ്പൊ അതാണ് പിഗ്മെന്റ്സ്. അപ്പൊ അങ്ങനെയുള്ള പിഗ്മെന്റുകളൊക്കെ നമുക്ക് യൂഗ്ലിനോയിഡ്സിൽ പ്രസന്റ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാ മക്കൾ? ഇതാണ് യൂഗ്ലീന കേട്ടോ, യൂഗ്ലീന. അപ്പൊ ഒരു പുറത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പുറത്തൊരു പെല്ലിക്കിൾ ഉണ്ട്. ആ പെല്ലിക്കിൾ ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെയർ ആണ്. ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് പെല്ലിക്കിൾ ആണ്. അതാണ് ഒരു പോയിന്റ്. ദെൻ ഫ്ലജല്ലം ഉണ്ട് ഇവർക്ക്. ഒരെണ്ണം ഷോർട്ടും ഒരെണ്ണം ലോങ്ങുമാണ്. പിന്നെ ഇവർക്ക് പിഗ്മെന്റുകൾ ഉണ്ട്. അതൊന്നും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. ഓക്കെ, കിട്ടിയോ? യൂഗ്ലിനോയിഡ്സ് കിട്ടിയോ? ടെക്സ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എല്ലാം നിങ്ങൾ ഇങ്ങനെ എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ടാൽ നമുക്ക് പഠിക്കാനും തോന്നില്ല. അപ്പൊ ഈ പറയുന്ന പോയിന്റ് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി, അത് മാത്രം പഠിച്ചാൽ മതി. ഷുവർ, ഗ്യാരണ്ടി ആണ് കേട്ടോ. അടുത്ത കാറ്റഗറി ആണ് നമ്മുടെ സ്ലൈം മൗൾസ് എന്ന് പറയുന്നത്. സ്ലൈം മൗൾസ് ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവര് സാപ്രോഫൈറ്റിക്ക. എന്താണ് സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാ പറഞ്ഞേ? സെറയുടെ ഇപ്പുറത്തിരിക്കണ ആദിത്യ പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്യിച്ചേ സാർ. സെറയുടെ അപ്പുറത്തുള്ള കുട്ടീനെ. സെറ 2 പേരായിട്ട് ഇരിക്കുന്നില്ലേ? ആ കുട്ടിയുടെ പേര് എന്തായിരുന്നു? സെനയാണോ? സോറി, സെന. ഓക്കെ, സെന പറയൂ. എന്താണ് സാപ്രോഫൈറ്റിക്? യെസ്, വെരി ഗുഡ്. യെസ്, ശിവാനി കറക്റ്റ് ആണ് അല്ലെ? സാപ്രോഫൈറ്റിക് എന്ന് വെച്ചാൽ എന്താ? ഡെഡ് ആൻഡ് ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്യുന്നവരാണ്. ഈ സ്ലൈം മൗൾസ് എന്ന് പറയുന്നത് ഈ സാപ്രോഫൈറ്റിക് ആണ് അവര്. ഇനി അവർക്ക് ഫേവറബിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ ഓപ്ഷണൽ ആണ്. ഫേവറബിൾ കണ്ടീഷൻ വരികയാണെങ്കിൽ അവരെല്ലാം കൂടെ ഇങ്ങനെ കൂടിച്ചേർന്ന് അഗ്രിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കൂടിച്ചേരുക. ഒരുപാട് സ്ലൈം മൗളുകൾ ഒരുമിച്ച് ചേർന്ന് ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ട് അവർ നിൽക്കും. ആ സ്ട്രക്ചറിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം കാണിച്ചു തരാം. കണ്ടോ? ഇതിനകത്ത് ഇത് ഒരൊറ്റയ്ക്കുള്ള ഒരു സ്ലൈം മൗൾഡ് ആണ്, ഇത് വേറെയാണ്, ഇത് വേറെയാണ്, ഇതൊക്കെ വേറെ വേറെ സ്ലൈം മൗൾഡുകളാണ്. പക്ഷെ അവര് ഫേവറബിൾ കണ്ടീഷൻ വന്നപ്പോൾ എല്ലാം കൂടെ യോജിച്ചു, എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സ്ട്രക്ചർ ആയിട്ട്, ഇതുപോലെ ഒറ്റ സ്ട്രക്ചർ ആയിട്ട് നിൽക്കുന്നു. ഇതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം. ഓക്കെ, ഇനി അൺഫേവറബിൾ കണ്ടീഷൻ. ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിലാണ് അവർ പ്ലാസ്മോഡിയം ആവുന്നത് കേട്ടോ. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവർ അവരുടെ ബോഡിയിൽ അവരെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അവര് ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് ഉണ്ടാക്കുക. ഫ്രൂട്ടിംഗ് ബോഡീസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോർസ്. കാരണം ഫ്യൂഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടത്തുക. അപ്പൊ പിന്നെ ഫ്യൂഷൻ അവിടെ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പാരന്റിന്റെ ബോഡിയിൽ നിന്ന് അതിന്റെ അതേപോലത്തെ ഒരു സ്പോറിനെ ഉണ്ടാക്കും. ആ സ്പോറാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പാരന്റിന്റെ അതേപോലെ വരുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഈ സ്പോർ എന്ന് പറയുന്നത് കേട്ടോ. അതിനെ തന്നെയാണ് ഈ ഫ്രൂട്ടിംഗ് ബോഡി എന്നും പറയുന്നത്. രണ്ടും ഒന്നാണ്. സ്പോർ എന്ന് പറഞ്ഞാലും ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആൻഡ് സ്പോറിന്റെ പ്രത്യേകത ഇവർക്ക് എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാന്ന് വെച്ചാൽ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ആർക്ക്? സ്പോറിന്. ഇപ്പൊ നല്ല ടെമ്പറേച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല തണുപ്പാണെങ്കിലും ഒക്കെ സ്പോർ അങ്ങനെ തന്നെ ഇരിക്കും. സ്പോർ നശിച്ചു പോവില്ല. നമ്മളെ പൊള്ളൻ ഗ്രെയിൻസിന് അങ്ങനെ പറയൂല്ലേ? പൊള്ളൻ ഗ്രെയിൻസ് ഒക്കെ വളരെ കുറേ വർഷം നശിക്കാതെ നിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. അതേപോലെയാണ് സ്പോറും. എത്ര ടെമ്പറേച്ചർ വന്നാലും എത്ര തണുപ്പ് വന്നാലും സ്പോറ് അങ്ങനെ തന്നെ നശിക്കാതെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്ലാസ്മോഡിയത്തിന്റെ കാര്യമാണ്. പ്ലാസ്മോഡിയം എന്താ? പ്ലാസ്മോഡിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പ്ലാസ്മോഡിയം ആഗ്നസേ പറഞ്ഞേ.
അൺമ്യൂട്ട് ടീച്ചർ സാർ. ആ അൺഫേവറബിൾ കണ്ടീഷനിൽ അവർ ഒന്ന് ചേർന്നിട്ട് അൺഫേവറബിൾ കണ്ടീഷൻ ആണോ? അല്ലല്ല, ഫേവറബിൾ ഫേവറബിൾ കണ്ടീഷനില് അവർ കമ്പൈൻ ചെയ്ത ഒരു സ്ട്രക്ചർ ആണ്. യെസ്, അതിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയണം. വെരി ഗുഡ്. നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറഞ്ഞില്ലേ, സ്പോർസ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് സ്പോർസ് കേട്ടാ, ഇതാണ് സ്പോർസ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കാറ്റഗറിയിലേക്ക് നമ്മൾ വരികയാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ അവസാനത്തെ കാറ്റഗറിയാണ് പ്രോട്ടോസോവൻസ്. ഈ പ്രോട്ടോസോവൻസിന്റെ പ്രത്യേകത ഇതിന്റെയും അണ്ടറിൽ ഒരു 4 കാറ്റഗറി ഉണ്ട്. ഓക്കെ, അപ്പൊ അതും കൂടെ പഠിക്കാനായിട്ട് ഒന്ന് റെഡി ആയിട്ടിരിക്കുക. മുഖമൊക്കെ കഴുകി വരണമെങ്കിൽ കഴുകി വരിക, വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കുക, അതൊക്കെ ചെയ്ത് സെറ്റ് ആയിട്ടിരിക്കുക. കാരണം പ്രോട്ടോസോവന്റെ അണ്ടറിൽ നമുക്കൊരു 4 കാറ്റഗറി വേറെ പഠിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഹെറ്ററോട്രോഫിക്കാ. ഇതിൽ കുറച്ച് പേര് ഓട്ടോട്രോഫിക്, കുറച്ച് പേര് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഹെറ്ററോട്രോഫിക് ആണ്. ഓക്കെ, ഇനി ഇതിൽ തന്നെ പ്രിഡേറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പാരസൈറ്റ് ആയിട്ടോ ജീവിക്കുന്നവരുണ്ട്. എന്താ പാരസൈറ്റ്? പാരസൈറ്റ് എന്താ വിസ്മയ? പാരസൈറ്റ് എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പാരസൈറ്റ്. പറയൂ, എന്ത് പറ്റി അറിയാത്തെ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് പഠിച്ചില്ലേ? പഠിച്ചോ? പിന്നെ എന്ത് പറ്റി? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണല്ലോ പാരസൈറ്റിനെ പറ്റിയിട്ട്. എഴുതി വെച്ചിട്ടുണ്ടോ? നോട്ട്സ് ഉണ്ടോ കയ്യില്? ഒന്ന് കാണിച്ചേ സാർ, ഒന്ന് പിൻ ചെയ്തേ. നോട്ട്സ് ഒന്ന് കാണിച്ചു തന്നെ. ക്യാമറയുടെ അടുത്തേക്ക് കൊണ്ടുവന്നേ. മൈക്കോപ്ലാസ്മ ഇന്നത്തെ നോട്ടല്ല, കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജ്. ഓക്കെ, അപ്പൊ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ള ജീവികളുടെ ബോഡിയുടെ അകത്ത് കയറി ജീവിക്കുന്ന ഓർഗാനിസങ്ങളെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. കേട്ടോ? അപ്പൊ ഞാൻ അഗെയിൻ പറയാണ്, അറിയാത്ത കാര്യം ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. മനസ്സിലായോ? പിന്നീട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴല്ല അത് പറയേണ്ടത്. പാരസൈറ്റ് എന്താ, ഓട്ടോട്രോപ്സ് എന്താ, ഹെറ്ററോട്രോപ്സ് എന്താ, ഇതൊക്കെ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. അപ്പൊ അറിയില്ല എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇനി അറിയില്ല എന്നൊരു മറുപടി ആരും പറയണ്ട എൻ്റെ അടുത്ത്. കേട്ടോ? ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാത്ത ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു ടീച്ചർ ഇത് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ഓക്കെ, പഠിപ്പിച്ചു തന്ന കാര്യമാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ആൻസർ കിട്ടണം. കേട്ടല്ലോ? അപ്പൊ എഴുതിയെടുത്തോ. ചിലർക്ക് ഓൾറെഡി അറിയുന്നവരുണ്ടാവും, അപ്പൊ നിങ്ങൾ എഴുതണ്ട. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞപ്പോ ആരോ കമന്റ് ചെയ്തു, കൺട്രോൾ ഓവർ അതർ ഓർഗാനിസം. യെസ്, മറ്റുള്ള ഓർഗാനിസങ്ങളുടെ ബോഡിയുടെ അകത്ത് കയറി. ഇപ്പൊ എന്റെ ബോഡിയുടെ അകത്ത് ഒരു പാരസൈറ്റ് വന്നു, മലേറിയൽ പാരസൈറ്റ്, എന്റെ മലേറിയ അസുഖം അല്ലെ, അതുണ്ടാക്കുന്നത് ഒരു പാരസൈറ്റ് ആണ് ശരിക്കും. ആ പാരസൈറ്റ് എന്റെ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എനിക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസ്, എനിക്ക് കിട്ടേണ്ട വൈറ്റമിൻസ്, അങ്ങനെ എല്ലാം ആ പാരസൈറ്റ് ആണ് വലിച്ചെടുക്കുക. അപ്പൊ മെല്ലെ മെല്ലെ ഞാനിങ്ങനെ ക്ഷീണിച്ച് ശോഷിച്ച് വരും. അവസാനം എന്റെ ഡെത്ത്, അതാണ് സംഭവിക്കുക. പാരസൈറ്റിന് എന്തെങ്കിലും സംഭവിക്കുമോ? പാരസൈറ്റ് ഭയങ്കര അടിപൊളിയായിട്ട് ഗ്രോ ചെയ്തിരിക്കും. ഓക്കെ, അതാണ് പാരസൈറ്റ് എന്ന് പറഞ്ഞത്. മറ്റുള്ള ഓർഗാനിസങ്ങളുടെ ബോഡിയുടെ അകത്ത് കയറി അവർക്ക് കിട്ടേണ്ടതൊക്കെ വലിച്ചെടുത്ത് അബ്സോർബ് ചെയ്ത് അവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിക്കും. അങ്ങനെയുള്ളവരെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന മെജോറിറ്റി അല്ലെങ്കിൽ എല്ലാവരും ഹെറ്ററോട്രോപ്സ് ആണ്. അതിൽ തന്നെ കുറെ എണ്ണം പാരസൈറ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇവരെ നമ്മൾ ഒരുപാട് പഴക്കം ചെന്ന ഒരുപാട് പ്രിമിറ്റീവ് ആയിട്ടുള്ള അനിമൽസിന്റെ ഒക്കെ റിലേറ്റീവ്സ് ആയിട്ട് കൺസിഡർ, അതൊന്നും പഠിക്കേണ്ട എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, റിലേറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ഈ പ്രോട്ടോസോവനെ നമ്മൾ 4 ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. എഗെയിൻ താഴത്തേക്ക് ഈ പ്രോട്ടോസോവനെ നമ്മൾ എഗെയിൻ 4 ആയിട്ട് താഴത്തേക്ക് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്.
ഏതൊക്കെയാണത്? ആദ്യത്തെയാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോ ഫസ്റ്റ് കാറ്റഗറി ആണ് അമീബോയിഡ് പ്രോട്ടോസോവൻ. ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടത് അതിന്റെ ഒക്കെ എക്സാമ്പിളാ. അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ആണ് എൻഡമീബ. എൻഡമീബ. ഓക്കെ, ഇവരുടെ പ്രത്യേകത, ഇവർക്കൊരു സ്യൂഡോപോഡിയ ഉണ്ട്. സ്യൂഡോപോഡിയ നിങ്ങൾ ഇത് 9th പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കും. അമീബ എങ്ങനെയാ ഫുഡിനെ കളക്ട് ചെയ്യണേ? അമീബ എങ്ങനെയാ ഫുഡ് കളക്ട് ചെയ്യണം? നമ്മുടെ പോലെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കഴിക്കാണോ ചെയ്യാം? ആണോ? അമീബ ഓൾറെഡി ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലേ? കണ്ടോ? അമീബ എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ആകെ കൂടെ ഒറ്റ സെല്ലേ ഉള്ളൂ, അവർക്ക് കൈയും കാലും ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർ ഫുഡ് കളക്ട് ചെയ്യുന്നത് അവരുടെ ശരീരം കൊണ്ട് തന്നെയാണ്. അതിന് നമ്മൾ സ്യൂഡോപോഡിയ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗം യൂസ് ചെയ്തുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് എൻഡമീബ. എൻഡമീബ പഠിക്കുക. അപ്പൊ അമീബോയിഡ് പ്രോട്ടോസോവിന്റെ എക്സാമ്പിൾ എൻഡമീബ. എൻഡമീബ കേട്ടോ. നെക്സ്റ്റ് ആണ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. രണ്ടാമത്തെ ആളാണ് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഇവര് ഫ്രീ ലിവിങ് ആണ്, അതായത് തന്നെ ജീവിക്കാൻ കഴിവുള്ളവരുണ്ട്, മറ്റേ നേരത്തെ പറഞ്ഞ പോലെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നവരുണ്ട്. ഇവർക്ക് ഫ്ലജെല്ല പ്രസന്റ് ആണ്. ഇവര് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് അത് ഇമ്പോർട്ടന്റ് ആണ്, അതാണ് സ്ലീപ്പിംഗ് സിക്നസ്. ഈ ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രൈപ്പനോസോമ. ട്രൈപ്പനോസോമ. എക്സാമ്പിളുകൾ നിർബന്ധമായി, വേറെ ഒന്നും പഠിക്കേണ്ട നിങ്ങളുടെ ഇതില്. ഈ ലിവിങ്, പാരസൈറ്റ് അതൊന്നും നോക്കണ്ട, എക്സാമ്പിൾ പഠിക്കാം. ഓക്കെ, അമീബോയിഡ് പ്രോട്ടോസോമനില് എൻഡമീബ ആയിരുന്നു എക്സാമ്പിള്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോമനില് ട്രൈപ്പനോസോമയാണ് എക്സാമ്പിൾ. ആൻഡ് ട്രൈപ്പനോസോമ ഉണ്ടാക്കുന്ന അസുഖം കൂടെ പഠിച്ചോളൂ, സ്ലീപ്പിംഗ് സിക്നസ്. അപ്പൊ അത് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. അതിനാണ് പറയുന്നത് ട്രൈപ്പനോസോമ. ഇതാണ് ട്രൈപ്പനോസോമ. കണ്ടോ? ഇത് ഏതിലാണ് വരുന്നത്? ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവന്റെ കാറ്റഗറിയിലാണ് ട്രൈപ്പനോസോമ വരുന്നത്. ഇനി അടുത്തതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. 4 കാറ്റഗറി ഉണ്ട്. ആദ്യത്തെ അമീബോയിഡ്, ഫ്ലജെല്ലേറ്റഡ്, രണ്ടാമത്തെ ഇത് സീലിയേറ്റഡ്. സീലിയേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ അക്വാട്ടിക് ആണ്, വളരെ ആക്റ്റീവ് ആയിട്ട് ഇവർ മൂവ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഒരു ക്യാവിറ്റി ഉണ്ട്, അതിനാണ് ഗള്ളറ്റ് എന്നാണ് പറയാ. എക്സാമ്പിൾ പാരാമീസിയം. പാരാമീസിയം എക്സാമ്പിൾ പാരാമീസിയം. അപ്പൊ ആദ്യത്തെ അമീബോയിഡ് പ്രോട്ടോസോവൻ, അവർക്ക് ഓരോന്നിലും ഓരോ പ്രത്യേക വേർഡ്സ് പഠിക്കാനുണ്ടാവും. നിങ്ങൾ അത് നോട്ട് ചെയ്തോ? അമീബോയിഡ് പ്രോട്ടോസോവനിൽ സ്യൂഡോപോഡിയ പഠിക്കാനുണ്ട്. എന്താണ് സ്യൂഡോപോഡിയ? അവരുടെ ശരീരം കൊണ്ട് തന്നെയാണ് അവർ ഫുഡ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി തന്നെ അവരൊരു കൈ പോലെ ആക്കും. അതിനെയാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. സ്യൂഡോ എന്ന് വെച്ചാൽ ഫേക്ക് എന്നാണ് അർത്ഥം കേട്ടോ. ഒറിജിനൽ അല്ല, അവരുടെ ശരീരം അവർ കൈ പോലെ ഇങ്ങനെ ആക്കി എടുക്കുക, അത് ശരിക്കുള്ളതല്ല. അതുകൊണ്ട് സ്യൂഡോ എന്ന് വെച്ചാൽ ഫേക്ക്, സ്യൂഡോപോഡിയ. രണ്ടാമത്തെ നമ്മൾ കണ്ടത് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ ആയിരുന്നു. അതിന്റെ അതുണ്ടാക്കുന്ന അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ്. എക്സാമ്പിൾ നമ്മൾ ട്രൈപ്പനോസോമ കണ്ടു. മൂന്നാമത്തേതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. അതിന് ഒരു പ്രത്യേക ബോഡി ക്യാവിറ്റി ഉണ്ട്, ഗള്ളറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ആൻഡ് എക്സാമ്പിൾ ഏതാ? പാരാമീസിയം. പാരാമീസിയം. ഇനി അവസാനത്തെ ഇതാണ് പാരാമീസിയം എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ പാരാമീസിയം. സീലി കണ്ടോ? ഇതിന്റെ ബോഡിയിൽ നിറയെ ഇങ്ങനെ ഹെയർ പോലെ പുറത്തേക്ക് ഇങ്ങനെ സാധനം കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്ക്രീനില്? ഇതിനെയാണ് സീലിയ എന്ന് പറയുന്നത്. സീലിയ മൂവ്മെന്റിന് സഹായിക്കാനാണ് സീലിയ. ചുറ്റും ഉണ്ടാവും, ചുറ്റും ഇങ്ങനെ ഹെയർസ് പോലെ കാണും. അത് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് സീലിയ. ദാറ്റ്സ് വൈ ദേ കോൾ സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഓക്കെ, അവസാനത്തെ കാറ്റഗറിയാണ് സ്പോറോസോവൻ. സ്പോറോസോവൻ ഇവർ ഭയങ്കര ഇൻഫെക്ഷസ് ആണ്. എക്സാമ്പിൾ പറയുന്നത് പ്ലാസ്മോഡിയം. നേരത്തെ പറഞ്ഞ പ്ലാസ്മോഡിയം മലേറിയ ഒക്കെ ഉണ്ടാക്കുന്നതാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം വിവാക്സ് ആണ് നമ്മള് മലേറിയൽ പാരസൈറ്റ്. അതിന്റെ പേര് പഠിച്ചാൽ മതി നിങ്ങൾ, പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പഠിച്ചാൽ മതി. സ്പോറോസോവൻ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷസ് ആണ്, അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം വിവാക്സ്. വിവാക്സ് എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസ് നെയിം ആണ്. നിങ്ങൾ പഠിച്ചില്ലേ? ജീനസ് നെയിമും സ്പീഷീസ് നെയിം ഒക്കെ പഠിച്ചില്ലേ സുവോളജി ഫസ്റ്റ് ചാപ്റ്ററിൽ? അപ്പൊ ആ വിവാക്സ് എന്ന് പറയുന്നത് അതിന്റെ സ്പീഷീസ് നെയിം ആണ് കേട്ടോ, പ്ലാസ്മോഡിയം വിവാക്സ്. അപ്പൊ ഇതാണ് 4 കാറ്റഗറി: അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻ, സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആൻഡ് സ്പോറോസോവൻ. 4ലും വരുന്ന എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഈ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഇന്ന് നമ്മൾ എടുത്തത് കിങ്ഡം മുനീറ കംപ്ലീറ്റ് ആക്കി. സുവോളജി തുടങ്ങിയിട്ടില്ല. പ്രിയ മിസ് വന്നിട്ട് ബേസിക് ആയിട്ടാണോ പറഞ്ഞേ? ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ. വേറെ ആരും ചാപ്റ്റർ തുടങ്ങിയിട്ടില്ലേ? ഞാനാണോ തുടങ്ങിയത്? +1 നിങ്ങൾക്ക് വേറെ ടീച്ചേഴ്സ് ഒന്നും സബ്ജക്ട് ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടില്ല ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, സ്റ്റാർട്ടായി. ഫിസിക്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ? മാത്സ്, ഫിസിക്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് എന്ത് ചെയ്യണം മക്കൾ? ഇപ്പൊ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5 മിനിറ്റ്സ് ടൈം തരാം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് ഒന്ന് വേഗം നോക്കുക ഇൻ ദ സെൻസ് നല്ലോണം ഗോ ത്രൂ ചെയ്യുക. നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് ബ്ലോക്ക് ആവുന്നുണ്ട്, മനസ്സിലാവാതെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യുക. അതിനുള്ള സമയമാണ് കേട്ടോ. 5 മിനിറ്റ്സ് ഉണ്ട്. വെറുതെ പുസ്തകം തുറന്നു വെച്ചിരിക്കുകയല്ല, പഠിക്കുക, യൂട്ടിലൈസ് ചെയ്യുക. കിങ്ഡം പ്രോട്ടിസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കിങ്ഡം മൊനീറയുടെ ബാക്ടീരിയ തൊട്ടുള്ള പോർഷൻസ് നോക്കിയാൽ മതി. ഓക്കെ, ആദ്യ സെൽവകുമാർ, ആരതി, സബ് ക്ലാസിഫിക്കേഷനിലെ കിങ്ഡം പ്രോട്ടിസ്റ്റഡ് അത് ഒന്നുകൂടി പറയാൻ ഞാൻ. ഓക്കെ, പറയാം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ കേട്ടോ. ബാക്കിയുള്ളവർ വേഗം പഠിക്കുക. ഇവിടെ ശ്രദ്ധിക്കണ്ട, ഡൗട്ട് ക്ലിയർ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഏതാ പറയണ്ടേ? കിങ്ഡം പ്രോട്ടിസ്റ്റ അല്ലേ? യെസ്. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നവരൊക്കെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂക്യാരിയോട്ട് ആണ്. ഒരുവിധം എല്ലാവരും അക്വാട്ടിക്കുമാണ്. ഇവർ യൂക്യാരിയോട്ട് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ന്യൂക്ലിയസും ഉണ്ട്, അതേപോലെ ബാക്കിയുള്ള എല്ലാ സെൽ ഓർഗനൽസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷലിയും അസെക്ഷലിയും ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. സെക്ഷൽ എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഉണ്ട്, അസെക്ഷൽ എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഇല്ല. അതിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഈ പ്രോട്ടിസ്റ്റയുടെ അണ്ടറിൽ വരുന്ന 5 കാറ്റഗറീസ് ആണ്: ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈമൗൾസ് ആൻഡ് പ്രോട്ടോസോവൻ. 5 പേര്. ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഒരാളാണ് ഡയാറ്റം. അതിൽ വരുന്ന ഒരു ആൽഗയുടെ പേരാണ് ഡയാറ്റം. ഈ ആൽഗയുടെ പ്രത്യേകത ഇതിന്റെ സോപ്പ് ബോക്സിന്റെ ഷേപ്പ് ആണ്. എങ്ങനെയാണ് അറ്റൈൻ ദർ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്ക ഡെപ്പോസിഷൻ വഴിയാണ്. ബില്യൺസ് ഓർ മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ടുള്ള സിലിക്ക ഡെപ്പോസിഷൻ കൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടിയത്. ആൻഡ് ഈ ഡയാറ്റം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സ്റ്റീമിംഗ് പൈപ്പിലൊക്കെ ഇൻസുലേറ്റിങ്ങിലായിട്ട് ഉപയോഗിക്കാറുണ്ട്, പോളിഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, ഓയിലും സിറപ്പും ഒക്കെ ഫിൽട്ടർ ചെയ്യുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഈ ഡയാറ്റം ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത് ഡയാറ്റമിഷ്യസ് ആയിട്ടുള്ള ഈ ആൽഗേനെ. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ കണ്ട കാര്യമാണ് ഡൈനോഫ്ലജലേറ്റ്സ്. ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുമ്പോൾ കളർഫുൾ ആണ്. പല കളേഴ്സിലുള്ള പിഗ്മെന്റുകൾ കാണുന്ന ഒരു പ്രോട്ടിസ്റ്റയുടെ ഗ്രൂപ്പാണ് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാവരും മറൈൻ എന്ന് വെച്ചാൽ ഓഷ്യനിൽ കാണുന്നവരാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്. ആൻഡ് ഇവർ കോസ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഡ് ടൈഡ്. അതായത് പല കളേഴ്സ് ഓഫ് ഡൈനോഫ്ലജലേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ റെഡ് കളർ ഡൈനോഫ്ലജലേറ്റ് ഉണ്ട്. ഗോണിയോലെക്സ് എന്നാണ് അതിന്റെ പേര്. അത് മൾട്ടിപ്ലൈ, കടലിൽ വെച്ച് തന്നെ അവർ മൾട്ടിപ്ലൈ ചെയ്യും, അവരുടെ നമ്പർ അവർ ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ കടൽ ഭയങ്കര റെഡ് കളറിലാണ് കാണുക. അതിനാണ് ആ ഒരു പ്രതിഭാസം, ആ ഒരു സംഭവത്തെയാണ് നമ്മൾ റെഡ് ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഉണ്ടാക്കുന്ന ആളാരാ? ഗോണിയോലെക്സ് കേട്ടോ. ഗോണിയോലെക്സ് ആണ് റെഡ് ടൈഡ് കോസ് ചെയ്യുന്ന ഡൈനോഫ്ലജലേറ്റ്സ്. പിന്നെ നമ്മൾ യൂഗ്ലിനോയിഡ്സിനെയാണ് കണ്ടത്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇതുപോലെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിനെയാണ് പെല്ലിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അവർക്ക് 2 ഫ്ലജൽ, ഷോർട്ട് ആൻഡ് ലോങ് ഫ്ലജലം ഉണ്ട്, പെല്ലിക്കിളും. അത്രയാണ് അവിടെ നോക്കാനുള്ളൂ, വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നുമില്ല. സ്ലൈം മൗൾസിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സ്ലൈം മൗൾസ് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ഇവരെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കൂടിച്ചേർന്ന് ഒരു പ്രത്യേക സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ആ സ്ട്രക്ചറിനെയാണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവർ സ്പോർട്സിനെയാണ് ഉണ്ടാക്കുക. ആ സ്പോർട്സിനെ തന്നെയാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് എന്ന് പറയുന്നത്. ഇനി സ്പോർട്സിന്റെ പ്രത്യേകത എല്ലാ എക്സ്ട്രീം കണ്ടീഷനെയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ട്. ടെമ്പറേച്ചർ കൂടിയാലും തണുപ്പ് കൂടിയാലും ഒക്കെ സ്പോറായിട്ട് തന്നെ നിൽക്കും, അതിനൊരു നാശവും സംഭവിക്കില്ല. അതാണ് സ്ലൈം മൗൾസിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. ലാസ്റ്റ് വൺ ആണ് പ്രോട്ടോസോവൻ. പ്രോട്ടോസോവൻ എന്ന് പറയുമ്പോൾ എല്ലാം ഹെറ്ററോട്രോഫിക് ആണ്, ഭൂരിഭാഗം ആൾക്കാരും പാരാസൈറ്റിക് ആണ്. ഇനി ഈ പ്രോട്ടോസോവനിൽ തന്നെ 4 കാറ്റഗറി താഴേക്ക് വരുന്നുണ്ട്. അതാണ് അമീബോയിഡ് പ്രോട്ടോസോവൻ, ഫ്ലജലേറ്റഡ്, സീലിയേറ്റഡ് ആൻഡ് സ്പോറോസോവൻ. അമീബോയിഡ് പ്രോട്ടോസോവനിൽ നോക്കേണ്ട കാര്യമാണ് എൻഡ് അമീബ അല്ലെങ്കിൽ അമീബയിൽ ഉണ്ടാവുന്ന സ്യൂഡോപോഡിയ. അമീബ യൂണിസെല്ലാണ്, ഒരൊറ്റ സെല്ലേ ഉള്ളൂ. അവർക്ക് ഫുഡ് കളക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ബോഡി തന്നെയാണ് കൈകൾ പോലെ ആക്കിയിട്ട് ഫുഡിനെ കളക്ട് ചെയ്യുന്നത്. ഇങ്ങനെ എൻഗൾഫ് ചെയ്യാന്നാണ് പറയുന്നത്, വിഴിഞ്ഞ് അങ്ങ് എടുക്കും.
അവരുടെ ബോഡി തന്നെയാണ് കൈകൾ പോലെ ആക്ട് ചെയ്യുന്നത്. സോ അത് സ്യൂഡോ എന്നാണ് നമ്മൾ പറയുന്നത്. സ്യൂഡോ മീൻസ് ഫേക്ക്. അപ്പൊ അവർ ഒറിജിനൽ കൈ അല്ലല്ലോ, അത് അവരുടെ ബോഡി തന്നെയാണ് അവർ കൈയാക്കി മാറ്റുന്നത്. സോ നമ്മൾ അതിന്റെ സ്യൂഡോപോഡിയ എന്നാണ് പറയുക. ഫോൾസ് ഫീറ്റ് ഇതാണ് എഴുതി വെച്ചിട്ടുണ്ട്, ഫോൾസ് ഫീറ്റ്. അതാണ് നമുക്ക് അമീബോയിഡ് പ്രോട്ടോസോവൻ. പിന്നെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കുക. എൻഡമീബയാണ് നിങ്ങൾക്കുള്ള എക്സാം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കേട്ടോ, പക്ഷെ ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിൾ ആണ് ഇത്, എൻഡമീബ. അടുത്ത കാറ്റഗറിയാണ് നമ്മുടെ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ. ഇവർക്ക് ഫ്ലജല്ലം ഉണ്ട്, അതുകൊണ്ടാണ് അവർ നമ്മൾ ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്ന് വിളിക്കണേ. ഇവരുണ്ടാക്കുന്ന ഒരു അസുഖമാണ് സ്ലീപ്പിംഗ് സിക്നസ്. പേര് പഠിച്ചേക്കാം, സ്ലീപ്പിംഗ് സിക്നസ്. എക്സാമ്പിൾ ആണ് ട്രൈപ്പാനോസോമ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ഓർഗാനിസം ആരാ? ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ എന്നാണ് അവിടെ എഴുതണ്ടേ? അല്ല, എന്താ എഴുതണ്ടേ? ട്രൈപ്പാനോസോമ എന്നാണ് എഴുതണ്ടേ. അപ്പൊ ഓരോന്നിന്റെയും അണ്ടറിൽ വരുന്ന എക്സാമ്പിളുകൾ കിട്ടണം. ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, ട്രൈപ്പാനോസോമ. ഇനി അടുത്ത കാറ്റഗറി ആരാ? സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. ഇവർക്ക് സീലിയ ഉണ്ട്, ഇവരുടെ ബോഡിക്ക് ചുറ്റും നമുക്ക് ഇങ്ങനെ ഹെയേഴ്സ് പോലെ സീലിയ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ ഭയങ്കര ആക്റ്റീവ്, കാരണം ഇത്രയും സീലിയ ചുറ്റുമുള്ളത് കൊണ്ട് തന്നെ വളരെ ആക്റ്റീവ് ആയിട്ട് ഇവർ മൂവ് ചെയ്യും. ഇവർക്കൊരു ബോഡി ക്യാവിറ്റി ഉണ്ട്, അതിനാണ് ഗള്ളറ്റ് എന്ന് പറയണേ. എക്സാമ്പിൾ പാരാമീസിയം. പാരാമീസിയം കണ്ടോ, ഇതാണ് പാരാമീസിയം. ചുറ്റും ഹെയേഴ്സ് ആണ്, ചുറ്റും ഹെയേഴ്സ് ആണ്. ഇതിനെയാണ് സീലിയ എന്ന് പറയണത്. മൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മോട്ടിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവായിട്ട് അവർ മൂവ് ചെയ്യുന്നുണ്ട്. പാരാമീസിയം ആണ് അതിന്റെ എക്സാമ്പിൾ. അതിന് ഇവരുടെ ബോഡി ക്യാവിറ്റി കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഗള്ളറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗള്ളറ്റ് എന്ന് പറയുന്നത് ഈ ബോഡി ക്യാവിറ്റിനെയാണ് പറയുന്നത്. അവസാനത്തെ ആളാണ് സ്പോറോസോവൻ. ഇവര് ഇൻഫെക്ഷസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഈ സ്പോറോസോവന്റെ അണ്ടറിൽ വരുന്ന എല്ലാ പ്രോട്ടിസ്റ്റുകളും അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ഒരു എക്സാമ്പിൾ ആണ് പ്ലാസ്മോഡിയം എന്ന് പറയുന്ന അസുഖം. മലേറിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്ന ഒരു വൈറസ്, സ്പോറോസോവൻ ആണ് ഈ പ്ലാസ്മോഡിയം വിവാക്സ്. അപ്പൊ പേര് പഠിച്ചാൽ മതി. പ്ലാസ്മോഡിയം വിവാക്സ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ ആരതി? വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് വെച്ചാൽ കുറച്ചേ മനസ്സിലായുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം കേട്ടോ. അതിനാണ് ഈ സമയം തന്നിട്ടുള്ളത്. ക്ലിയർ ആണ്. നമുക്കിന്ന് എക്സാം ഉണ്ട് കേട്ടോ മക്കളെ. എക്സാം ഉണ്ട് നമുക്ക്. എക്സാം എഴുതാൻ അറിയോ നിങ്ങൾക്ക്? മുന്നേ എപ്പോഴെങ്കിലും എഴുതിയോ? ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നോ? എഴുതിയിട്ടില്ല, ഇല്ല അല്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ടോ എക്സാമിന്റെ? അപ്പൊ ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ എക്സാം എങ്ങനെ എഴുതേണ്ട. സമയമായിട്ടില്ല. ചോദിച്ചു, പുതിയ കുട്ടികളല്ലേ, അറിയില്ല. ഓക്കെ, ടൈം ആയിട്ടില്ല. അപ്പൊ ആക്റ്റീവ് ആക്കാം. എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ വേഗം പഠിച്ചോ. വേറെ ആർക്കും ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആയിട്ടാണ് എല്ലാവരും ഇരിക്കണേ അല്ലെ? അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് എന്ത് വേണം? അടുത്ത ക്ലാസ്സിലേക്ക് എന്താ ചെയ്യണ്ടേ? വെറുതെ എങ്ങനെ വന്നിരിക്കണം ആണോ? പഠിക്കണം, പഠിച്ചിട്ട് വരണം. അപ്പൊ കുറച്ച് ടോപ്പിക്സ് നമ്മൾ കവർ ആയിട്ടുണ്ട്. അപ്പോ പഠിച്ചിട്ട് വരും അടുത്ത ക്ലാസ്സിലേക്ക്. ക്ലാസ് കട്ടായവര് ഒക്കെ ക്ലാസ്സിന്റെ ലിങ്ക് വാങ്ങിച്ച് കാണാം കേട്ടോ. നമ്മുടെ പണിഷ്മെന്റ് എന്താണെന്നറിയോ? പറഞ്ഞോ നിങ്ങളുടെ ടീച്ചേഴ്സ് പണിഷ്മെന്റ്സ് പറഞ്ഞോ? സബ്ജക്റ്റിന്റെ, ഫിസിക്സിന്റെ, മാത്സിന്റെ ഒക്കെ അത് അവർ പറയൂ കേട്ടോ. ഇനി കുറച്ചും കൂടെ ക്ലാസ് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അവർ പറയും. എന്റെ പണിഷ്മെന്റ് എന്താണെന്നറിയോ? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൻ്റെയർ ചാപ്റ്റർ ഇമ്പോസിഷൻ തരും. സാധാരണ ടീച്ചേഴ്സ് എന്താ ചെയ്യുക? ക്വസ്റ്റ്യൻ ആൻസർ മാത്രം തെറ്റിയത് മാത്രം ഇമ്പോസിഷൻ എന്ന് പറയും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മൊത്തം ചാപ്റ്റർ എഴുതി പഠിക്കും കേട്ടോ. അപ്പൊ ഇമ്പോസിഷൻ മേടിക്കരുത്, അതാണ് എൻ്റെ അർത്ഥം. അല്ലാതെ എനിക്ക് നിങ്ങളെ കൊണ്ട് ഇമ്പോസിഷൻ എഴുതിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല. പഠിച്ചു തരാം. സെറ്റാണ്, വേറെ ഡൗട്ട് ഒന്നുമില്ല. എല്ലാവരും അടിപൊളിയായിട്ടാണ് ഇരിക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിലേക്ക് പോകാം കേട്ടോ. അപ്പൊ എക്സാം എങ്ങനെ എഴുതണ്ടേന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. 2 മിനിറ്റും കൂടി ഉണ്ട്, വേഗം വായിച്ചു നോക്കിക്കോളൂ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓ, ഷാഹിദിന് ഇതൊക്കെ വെറും പുഷ്പമാണ് അല്ലേ ഷാഹിദെ? ഒരു തവണയല്ല 2 തവണ വേണേ ഞാൻ ചാപ്റ്റർ എഴുതാന്ന് പറഞ്ഞിരിക്കണേ. നിങ്ങൾ കണ്ടോ? ചാപ്റ്റർ NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും ചാപ്റ്റേഴ്സ്. ശരിക്കും ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 3 മാർക്സ് ആണ് മക്കളെ. വെറും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസേ ഈ ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ആ പേജുകളൊക്കെ കണ്ടോ? എല്ലാം വളരെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് മൊത്തം വായിച്ചു നോക്കിയിട്ട് എന്താ കാര്യം? ആകെ 3 മാർക്കേ നമുക്ക് ഇതൊന്ന് കിട്ടുള്ളൂ. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ടാണ്, അങ്ങനെ നിങ്ങൾ സമയം കളയാതിരിക്കാനാണ് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇത് ചോദിക്കും അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പൊ അത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. മനസ്സിലായോ? അല്ലാതെ മൊത്തം എല്ലാ പേജും ഇരുന്ന് വായിച്ചു നോക്കിയിട്ട് കാര്യമില്ല. 3 മാർക്കല്ലേ കിട്ടാനുള്ളൂ. 3 മാർക്കിന് ഇമ്പോർട്ടൻസ് ഇല്ലാന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. പക്ഷെ ആ ചാപ്റ്ററിന്റെ വലിപ്പവും ആ മാർക്കും തമ്മിൽ ഒരു ബന്ധമില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഓരോ ഭാഗത്തും വരാൻ സാധ്യതയുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണിക്കും, പറയും ഞാൻ. അപ്പൊ അത് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് PYQs കൊണ്ടുവരട്ടെ? നിങ്ങൾ അറ്റൻഡ് ചെയ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരട്ടെ ക്ലാസ്സിൽ?
നിങ്ങൾ അറ്റൻഡ് ചെയ്യോ? തുടക്കത്തിലേ വേണോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാത്തെ. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ ടീച്ചർ കൊണ്ടുവരാം കേട്ടോ. ക്ലാസ്സിന്റെ അവസാനം ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നമുക്ക് എന്ത് ചെയ്യാം, PYQs ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ പറഞ്ഞു പോവല്ലേ, അത് നമുക്ക് ക്വസ്റ്റൻ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഏത് വർഷം കൂടെയാണെന്ന് ഞാൻ പറയാം, ഏത് വർഷത്തിലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇതെന്തായാലും ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവും. ആ കാണിച്ചു തരാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഡൺ. ആരാണ് സാർ വരുന്നത്? റോബിൻ സാറാണ്. അപ്പൊ ഓൾറെഡി എക്സാം എഴുതാൻ അറിയുന്നവരൊക്കെ എക്സാം അറ്റൻഡ് ചെയ്തോളൂ. എക്സാം എഴുതാൻ അറിയാത്തവർ വെയിറ്റ് ചെയ്യുക, ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന ഈ പേജ് ഉണ്ടല്ലോ, സൂം പേജ് ഉണ്ടല്ലോ, അതൊന്ന് ബാക്കിലേക്ക് പോവാ. ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ 90+ ഹോം പേജിലേക്കാണ് നിങ്ങൾ പോവാ. എന്നിട്ട് താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എക്സാം എന്ന് പറഞ്ഞ അവിടെ കാണും. ഇനി അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ കാണാനില്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക. റിഫ്രഷ് ചെയ്ത് നോക്കുക, അപ്പൊ അവിടെ ഉണ്ടാവും. ആ എക്സാം ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവസാനം സബ്മിറ്റ് ഉണ്ട്, സബ്മിറ്റ് കൊടുക്കണം. സബ്മിറ്റ് കൊടുത്ത വഴിക്ക് നിങ്ങളുടെ മാർക്ക് അവിടെ കാണും. ആ മാർക്ക് ഇവിടെ വന്ന് കമന്റ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്തേ. ബുദ്ധിമുട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. എക്സാം കിട്ടാത്തവരോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, സെറ്റാക്കാം. ഈ പറഞ്ഞ മോഡില് ഒന്ന് വേഗം ചെയ്തേ. എന്നിട്ട് മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ആ വഴിക്ക് പോവരുത് കേട്ടോ. 9 മണി വരെ നമുക്ക് സമയമുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം കേട്ടോ. എക്സാം എഴുതാൻ അറിയാത്തവർ ഹാൻഡ് റൈസ് ചെയ്യുക. ഹാദിയ. ഓക്കെ, ഹാദിക്ക് എക്സാം അവിടെ കാണാത്തതാണോ പ്രശ്നം? ബാക്കിലേക്ക് പോയപ്പോ ആണോ? ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുമോളെ. ഒരു 2-3 പ്രാവശ്യം റിഫ്രഷ് ചെയ്യൂ കേട്ടോ. കാരണം എക്സാം ആക്റ്റീവ് ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പൊ ചിലപ്പോൾ നെറ്റ് സ്ലോ ആയതുകൊണ്ടാവും വരാത്തത്. ഒന്നും കൂടെ 2-3 തവണ ഒന്ന് റിഫ്രഷ് ചെയ്യാം. വിസ്മയ എന്താ മോളെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യിക്കാം. പറഞ്ഞോ. എക്സാം വന്നിട്ടില്ല എന്നാണോ? ഒന്ന് കമന്റ് ചെയ്യോ. എക്സാം വരാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. നമ്മൾ ഇവിടുന്ന് ആക്റ്റീവ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ വന്നിട്ടുണ്ട് അവിടെ. നെറ്റ് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് കേട്ടോ. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കൂ. 2-3 തവണ ചെയ്തു വരും. മാർക്കുകൾ വന്നു ഇവിടെ. ആദിത്യ എവിടെയാണ് മാർക്ക് പോയത്? അടുത്ത ക്ലാസ്സിൽ ഫുൾ മാർക്ക് മേടിക്കണം കേട്ടോ. നിങ്ങൾ മാർക്ക് പോയത് കൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. യെസ് ആൽബിൻ, വെരി ഗുഡ്. 10 out of 10. മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട. ടീച്ചർ ആൻസർ കീ തരുന്നുണ്ട്. ഓരോ ക്ലാസ് എക്സാം കഴിഞ്ഞാലും ഡെയിലി എക്സാം കഴിഞ്ഞാലും ടീച്ചർ ആൻസർ കീ തരും. അപ്പൊ നിങ്ങൾക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് ഏതാണോ അത് അവിടെ പോയി നോക്കി തിരുത്തണം. എൻ്റെ ഒരു മാർക്ക് പോയി എന്ന് പറഞ്ഞിരിക്കരുത്. ഏത് ക്വസ്റ്റ്യനെ തെറ്റിയത് ആ തെറ്റ് തിരുത്തി പഠിക്കണം. സെൽവകുമാറെ ഏതാ തെറ്റി പോയത്? ആൻസർ കീ ചെക്ക് ചെയ്യണം കേട്ടോ. ഷാഹിദെ ഒരെണ്ണം തെറ്റി, കുഴപ്പമില്ല. അടുത്ത എക്സാമിന് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. 8 എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ് മാത്രമേ പാടുള്ളൂ. ഇനി അങ്ങോട്ട് 10 out of 10 അല്ലാതെ ഒരു മാർക്ക് കാണരുത് ഇവിടെ. ശിവാനി വെരി ഗുഡ്, 10 out of 10. ബാക്കിയുള്ളവരൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വിസ്മയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. മോളെ ഒന്ന് കമന്റ് ചെയ്യോ പറയാനുള്ളത്? ആഗ്നസേ ഫസ്റ്റ് ക്ലാസ് ആണ്, കുഴപ്പമില്ല. അടുത്ത ക്ലാസ്സിലേക്ക് സെറ്റ് ആക്കാം. പ്രീവിയസ് ക്ലാസ് കണ്ടോളൂ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എക്സാം എഴുതണേ. സെറ ആൻഡ് സെന. ബാക്കിയുള്ളവരുടെ എവിടെ? മാർക്ക് എവിടെ? റിസ എക്സാം എഴുതാൻ പറ്റിയോ? ആദ്യ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയോ? അനക്കും ഇല്ലല്ലോ. അബ്ദുളെ എക്സാം എഴുതിയോ? വിപിൻ, ആരതി, കുഴപ്പമില്ല മോളെ. നെക്സ്റ്റ് എക്സാമിന് സെറ്റ് ആക്കാം കേട്ടോ. ആരതി ആൻസർ കീ ചെക്ക് ചെയ്യാ. സെറ കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും കോമൺ ആയിട്ട് ഏതോ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട്.
കുഴപ്പമില്ല. ഇല്ല, ഒരു എഴുതി. ഈ വിസ്മയെന്ന് അൺമ്യൂട്ട് ചെയ്യോ? ആ മോളെ പറയൂ, എന്താണ്? വന്നില്ല. ബാക്കിയുള്ളവർക്കൊക്കെ വന്നിട്ടുണ്ട് മോളെ. നെറ്റ് കുറവായതുകൊണ്ടാവും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ആ എഴുതാതിരിക്കരുത്. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ റീചെക്ക് ചെയ്യാം കേട്ടോ. നെറ്റ് ശരിയാവുമ്പോൾ അതവിടെ വരും. ഓക്കെ, അപ്പൊ ഇനി വേറെ ആർക്കും വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നല്ല മക്കളായിട്ട് പഠിച്ചു വരിക കേട്ടോ. സോ ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം. സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ടാറ്റാ.